ശുശ്രൂഷിക്കാൻ ദൂരത്തെ കരകളടിച്ചോണ്ട് വെൽക്കം ചെയ്യാനാണ്. Praise the Lord. Hallelujah. കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവയാക്കി നോക്ക്. കർത്താവിന് നന്ദി പറയുന്നു. സന്ധ്യയ്ക്ക് കർത്താവ് കൊടുത്ത വിടുതലിനായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച സന്ധ്യ എൻ്റെ അടുക്കൽ വന്നു. ആ മകളെ ഏതോ ഒരു അസ്വസ്ഥത മകളെ അലട്ടുന്നുണ്ട്. അതിനോട് പറഞ്ഞ ചേയ ഞാൻ ഓർമ്മന്നില്ല, പല അസ്വസ്ഥതകളാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ മാറും. പിന്നെ എൻ്റെ മനസ്സിനകത്ത് തോന്നി കൊച്ചിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു അസ്വസ്ഥത എന്തോ അവരെ അലട്ടിയത് മാറ്റി. ഇന്ന് നമ്മൾ സാക്ഷ്യം കേട്ടു. എന്തായിരുന്നു? ഞാൻ കിടന്ന് ഉറങ്ങിയില്ല, ആണോ അല്ലേ? അപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട ദൈവം അവർക്ക് സന്തോഷമില്ലെന്ന് തോന്നുന്നു. നമ്മെ അലട്ടുന്ന അസ്വസ്ഥതകള്, ഭാരങ്ങള് ഇറങ്ങി ഓടിപ്പോകാതെ വന്ന് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാർത്ഥിച്ചു പോവുക. ശരീരത്തെ ചിലപ്പോൾ നമ്മെ അസ്വസ്ഥമാക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. അന്ധകാര ശക്തികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് അറിയത്തില്ല. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ശാസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഏതെങ്കിലും പൈശാചിക ശക്തികൾ ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പൈശാചിക ശക്തി മാറിപ്പോകുമ്പോൾ രാത്രി ഒരാഴ്ച മുഴുവനും സുഖമായിട്ട് കിടന്നു. എന്നല്ലേ ഇവിടെ കേട്ടത്? അതിനെ കുറിച്ച് പറഞ്ഞ സാക്ഷി. അപ്പൊ ആ ശരീരത്തിൽ ഇവിടെ താഴോട്ട് വീണു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ താഴോട്ട് വീണു. പിന്നെ ഇവിടുത്തെ സഹോദരമായി വന്ന് പ്രാർത്ഥിച്ചു. ആ മകൾക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഒരു കാര്യം ഓർക്കണം. അത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അധികാരമുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. യേശുവിൽ വിശ്വസിക്കുന്ന മക്കൾ ഒരു കരവുയർത്തി സ്തോത്രം പറഞ്ഞേ. നിങ്ങളാൽ ഒരു അടയാളം നടക്കും. ഒന്നാമത്തെ അടയാളം ഭൂതം പുറത്തു. കേട്ടോ? ഒന്നാമത്തതല്ല, നീ കരം വെക്കുമ്പം വല്ല ഭൂതശല്യം ഉണ്ടെങ്കിൽ അത് പുറത്തു പോകും. മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്. വിശ്വസിച്ചവരെ കൈ ഉയർത്തി സ്തോത്രം പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞ ഞങ്ങളെല്ലാവരും യേശുവിനെ വിശ്വസിക്കുന്നു. ഭൂതം പുറത്തു പോയത്. ഭൂതം നീ പ്രാർത്ഥിച്ചിട്ട് ഭൂതം പുറത്തു പോയത്. ഭൂതം പുറത്തു പോയില്ലെങ്കിൽ കർത്താവേ, എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം. ഞാൻ കരം വെക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് വിട്ടുപോകട്ടെ. അച്ചായന്റെ കൈ കൊണ്ട് മാത്രമല്ല, എന്റെ കൈ കൊണ്ടും പോകും. ഞാനും വിശ്വസിച്ചിറങ്ങിയിരിക്കുക എന്ന് കർത്താവിനോട് പറയണം. വേണ്ടേ? അത് അച്ചായന്റെ കൈ കൊണ്ട് മാത്രം ഭൂതം പോയാൽ മതി. ഭൂതം പോകണം എല്ലാവരുടെയും കൈ കൊണ്ട്. കർത്താവ് പറഞ്ഞോ, വിശ്വസിക്കുന്നവരാൽ. ബാക്കി നിങ്ങൾ പറഞ്ഞേ, ഈ അടയാളം നടക്കും. നടക്കത്തില്ലെന്നൊന്നും പറഞ്ഞില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവരെ ഭൂതങ്ങളെ പുറത്താക്കും. ഒന്നാമത്തേത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അധികാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങൾക്കറിയോ, ഒരു പ്രാവശ്യം നമ്മുടെ ഗ്രേസിന്റെ മൂത്ത മകൻ ഓസ്ട്രേലിയയിൽ അവൻ മരിച്ചു പോകുന്നു വിചാരിച്ചത്. അവനെ മരിച്ചു പോകുന്നു വിചാരിച്ചത് ഗ്രേസിന്റെ മൂത്ത മകൻ. അതുപോലെ അവന് എന്തോ അലട്ടി, പനിയോ അസ്വസ്ഥതയോ. അപ്പൊ അവര് കഴിച്ചില്ല, പതിനെട്ട് കരയില്ല. അപ്പൊ ഞാൻ വീട്ടിൽ ഇരുന്ന് എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. അവർ പറയുകയായിരുന്നു, ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇട്ടു വന്നു. ആ കൊച്ചിന്റെ മൂത്ത കൊച്ചിന്റെ ഐസക്കിന്റെ ദേഹത്തൊന്നും എന്തോ അവന് ഒരു അസ്വസ്ഥമാക്കുന്ന ഏതോ ഒരു ആത്മാവ് അവനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അവന്റെ ശരീരത്തിൽ പോകുന്നത് ഞങ്ങൾക്ക് അനുഭവമായി എന്ന് കൊച്ചു തോമസും ഗ്രേസും എന്നെ വിളിച്ചു പറഞ്ഞു. എത്ര ദൂരത്തിരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
അവിടെ ദൈവം പ്രവർത്തിച്ചതാണ്. നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥനയിൽ കഴിഞ്ഞ് പോയി പല പല വിഷയം എനിക്കറിയാമല്ല. വണ്ടിയിൽ പോകുന്നത് കാണും. നിങ്ങളുടെ കുടുംബത്തിനകത്തെ വിഷയം എനിക്കറിയാമല്ല. നിങ്ങളുടെ വിഷയം എന്താണെന്ന് അറിയത്തില്ല. ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അതിനെ അനുഭവം വല്ല അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അത് വിട്ടുപിടിക്കുക. ആ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രോഗത്തിന് വേണ്ടി ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാനിവിടെ എത്ര മണി വരെ നിങ്ങളെ കേൾക്കാൻ വേണ്ടി ലഭിക്കുന്നു. ഞാനിവിടെ 3 മണി 2:30 അക്കൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് 2:30 3 മണി വരെ വിളിപ്പുണ്ട്. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഞാൻ ഇരിക്കുന്നു. അല്ല, നിങ്ങൾ ഓടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ച ഇനിയും വരും. അപ്പോൾ നിങ്ങളുടെ വിഷയം പറയുക. ചിലപ്പോൾ ഇച്ചിരി താമസിച്ച് ഒരാൾ വന്നു, ഇച്ചിരി മാർക്കറ്റേണ്ടി വന്നിട്ട് നമുക്കൊരു ആശ്വാസമല്ലേ? നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലേ വിടുന്നത്? നമുക്കൊരു അനുഗ്രഹമല്ലേ? നിങ്ങളെ നടത്തുന്ന ദൈവദാസന്റെ കൈവെപ്പും ഒരു അനുഗ്രഹവും ഒരു പ്രത്യേക പ്രാർത്ഥനയും നമുക്ക് കിട്ടുന്നത് അവർക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ഓടിയുണ്ട്. അത്രയും അസ്വസ്ഥത നമുക്ക് വരണമെന്നില്ലല്ലോ. നിന്റെ കുഞ്ഞ് ചിലപ്പം അതിൻ്റെ കാര്യമായിരിക്കും. അത് നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം കാണത്തില്ല. അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ വിഷയങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആശ്വാസമാണ് അല്ലേ? ദൈവത്തിന് സ്വയം ഓർപ്പിച്ച സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കങ്ങനെ ഒരു ഓർമ്മ വന്നു. അതെ, നിങ്ങളെ നടത്തുന്ന ദൈവദാസനെ ദൈവം കൊടുത്തിരിക്കുന്ന ആ താലന്ത്, ഒരു താലന്തുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ആഗ്രഹിച്ചത്, നമ്മുടെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് തീർന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് ജോസഫിന്റെ ജീവിതം ഒക്കെ നമ്മൾ കണ്ടു. ജോസഫിനെ, യാക്കോബിനെ പ്രിയങ്കരനായ ജോസഫായിരുന്നു. ജോസഫ് എന്തെല്ലാം കഷ്ടതയിലൂടെ കടന്നുപോയി. ഇപ്പൊ ദൈവം ഒരു കാര്യം നമ്മൾ ഓർക്കണം, ജോസഫിന്റെ ജീവിതത്തിൽ കഷ്ടമുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു, സ്വപ്നം കണ്ടതിന്റെ വെളിച്ചത്തിൽ. പോത്തിഫറിന്റെ വീട്ടിൽ അടിമയായിട്ട് വിറ്റു, ജയിലിൽ കടന്നു. പക്ഷെ അവിടെ എല്ലാം ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊരു കാര്യം ഓർക്കണം. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട്, എങ്കിലും അധൈര്യപ്പെടരുത്, ഞാനോ ലോകത്തെ ജയിച്ച ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കഷ്ടമില്ലെന്നല്ല, ആ കഷ്ടത്തിന്റെ മധ്യത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ വിടുവിക്കുന്നത്. ജോസഫ് പോയവിടത്തെല്ലാം അവൻ രാജാവായിരുന്നു. ശരിയല്ലേ? പോത്തിഫറിന്റെ വീട്ടിൽ ശരി അടിമയായിട്ട് വിട്ടെങ്കിലും അവിടുത്തെ മുഴുവന്റെ രാജാവ് അവൻ തന്നെയായിരുന്നു. ജയിലിലോട്ട് വിട്ടെങ്കിൽ ജയിലാക്കാരൻ പ്രമാണി അവനെ അവിടുത്തെ രാജാവാണ്. അപ്പൊ അവൻ കഷ്ടതയിലൂടെയാ പോയെങ്കിലും പോയവിടത്തൊക്കെയും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് ഓർത്ത് വേദനിക്കേണ്ട, അവിടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്നാ ഈ പറഞ്ഞ സാരം ഇനി ഞാൻ പറയുന്നത്, ദൈവം അവനെ അവിടുത്തെ രാജാവാക്കി അല്ലേ? ലോകത്തെ മുഴുവനും ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. കാലങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ജോസഫ് മരിച്ചുപോയി. അപ്പന്റെ ശവടക്കൊക്കെ ഭയങ്കരമായിട്ടാണ് നടത്തിയത്. അതിനെല്ലാം ശേഷം ജോസഫിന്റെ കാലം വന്നു. ജോസഫ് മരിച്ചു. ജോസഫ് മരിച്ചതിന് ശേഷം പതുക്കെ 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 ഇവര് ഈ ദൈവത്തെ അങ്ങ് വിട്ടുവിട്ട് മാറി. ആര്? ഇസ്രായേൽ മക്കൾ. അത് മനസ്സിലായി. ഞാൻ എൻ്റെ കാര്യം പറയാനുള്ളൂ. ഞാൻ യേശുവിനെ അറിഞ്ഞ് ഇവിടെ ഇറങ്ങി വന്നു. എൻ്റെ തലമുറ തെരേസയുടെ ഇവരും എന്നെ ഇപ്പൊ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അടുത്ത തലമുറ വരിക, ടൈമണ് അല്ലെങ്കിൽ ഐസക്ക് അല്ലെങ്കിൽ ജസ്സിന്റെ മക്കളെ, അവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ വല്യപ്പന്റെ തീഷ്ണതയൊന്നും ആർക്കില്ല, ഈ പിള്ളേർക്കില്ല. ഇവര് പെറ്റങ്ങ് പെരുക, ഒത്തിരി സന്തതികളാണ്. പക്ഷെ ഇവരിപ്പം വളരെ മോഡേണായിപ്പോയി. ഇപ്പോഴത്തെ മോഡേണായ പിള്ളേരെയൊക്കെ അറിയില്ലേ? ഇവിടെ നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പ് നോക്കും, കൂട്ടുകാർ കൂടി കള്ളു കുടിക്കും, സിനിമ കാണാൻ പോകും, അവർ ആവശ്യമില്ലാത്തതൊക്കെ പറയും. ഇങ്ങനെ ഒരു തലമുറ വരിക, അടുത്ത തലമുറ. ഈ പറഞ്ഞ തീഷ്ണതയൊന്നുമില്ല. ഇതുപോലെ
ഇവർ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കൾ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെങ്കിൽ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അവർ പെറ്റുപെരുകി കഴിഞ്ഞപ്പോൾ അവർ ഈ യഹോവയെ തന്നെ അങ്ങ് മറന്നു. ജോസഫിനെ അറിയാത്ത ഫറവോൻ അവിടെ രാജാവായി. ഇവര് പുരുഷന്മാർ തന്നെ 6 ലക്ഷം, അവരുടെ ഭാര്യമാർ, അവരുടെ മക്കളെല്ലാം കൂടെ 70 പേരായി വന്നവര് 35 ലക്ഷമായി. എത്രയായി? പക്ഷെ ഈ ദൈവം മാത്രമില്ല അവിടെ. എങ്ങനെയുണ്ട്? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചോ? ആരില്ല കൂടെ? ദൈവം ഉണ്ട് അവരുടെ കൂടെ. പക്ഷെ അവർ ഈ ദൈവത്തെ അല്ല. അവിടുത്തെ ദൈവങ്ങളും അവിടുത്തെ കഷ്ടപ്പാടും അവരുടെ അടിമവേലി ഒക്കെ ആയി. അപ്പൊ ജോസഫിനെ അറിയാത്ത ഫറവോൻ വന്നപ്പോ തലമുറയായിട്ട് ഇവര് പതുക്കെ ഈ ദൈവത്തിൽ നിന്ന് മാറി. ഇതുപോലെ ഞാൻ വന്നു, എൻ്റെ മക്കൾ എങ്ങനെയാ, എൻ്റെ കണ്ണടഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ അടുത്ത തലമുറ എങ്ങനെയാ, അടുത്ത തലമുറ എങ്ങനെയാ. ഇവരൊക്കെ ഫാഷൻ കയറി, ഇവർ പ്രാർത്ഥനയൊക്കെ ഒരു പേരിനാക്കി അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭയൊക്കെ എങ്ങനെയാ? ഇപ്പം യേശു ഇല്ല, അവസാനം മാതാവായി, വിഗ്രഹമായി. കണ്ടില്ലേ? ക്രിസ്ത്യാനികൾ എന്നാ പേര്, അതിനകത്ത് യേശു ഉണ്ട്. ഇവിടെ വന്ന പുള്ളിക്കാരന് യേശു ഉണ്ട്. കത്തോലിക്കനല്ലേ? എന്നെ പോലെ പണ്ട് ഒരു കത്തോലിക്കനാണ്. അപ്പൊ അവർക്കൊക്കെ അവിടെ ഈ മാതാവിനെയൊക്കെ ആരാധിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പുള്ളികളാ. അല്ല, എല്ലാ കത്തോലിക്കനും അവിടെ തന്നെ. കാരണം കാലം കഴിയുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ പണിയണം, ചെത്തിപ്പുഴ ഹോസ്പിറ്റല്, സ്കൂൾ പണിയണം, പള്ളിക്കൂടം പണിയണം. അതെല്ലാം പണിത് വന്നപ്പോൾ അകത്തൂടെ മാതാവ് കയറിയില്ല. ആര് പുറത്തു പോയി? യേശു പുറത്തു പോയി, വിഗ്രഹം അകത്ത് വന്നു. ഇല്ലേ? ഞാൻ പറഞ്ഞു പിടിക്കുന്നുണ്ടോ? കച്ചവടം. സഭയെന്നുള്ളത് എന്തായിട്ട് മാറി? കച്ചവടമായിട്ട് മാറി. കച്ചവടമായി കഴിഞ്ഞാൽ പിന്നെ ആത്മീയത്തിന് വലിയ സ്ഥാനമൊന്നും ഇല്ല. അങ്ങനെ അവർ പെരുകി. ഇപ്പൊ ലോകത്തിൽ 100 കോടി കത്തോലിക്കരുണ്ട്. എത്രയാ? 100 കോടി കൂടുതലുണ്ട്. അതിൽ അത്രത്തോളം വരും മുസ്ലിമുണ്ട്. 10, 70, 80 കോടി ഹിന്ദുക്കളുണ്ട്. അപ്പൊ ഇങ്ങനെ ജാതികൾ ലോകത്ത് നടന്നിരിക്കുക. ഇതിന്റെ ഇടയ്ക്കൊന്നാണ് കർത്താവ് നമ്മളെ വിളിച്ച് ഇറക്കിയിരിക്കുക. ഇതിന്റെ ഇടയ്ക്കൊന്നാണ് ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ച് ഇറക്കിക്കൊണ്ട് വന്നിരിക്കുകയോ. ഈ ദൈവത്തെ ആരാധിക്കുക, ആത്മാവിൽ ആരാധിക്കുക, യേശുവിനെ ആരാധിക്കുക. അല്ലേ? ഇവിടെ വന്ന പുള്ളി ആരാധിക്കുന്നുണ്ട്. നമ്മുടെ അനിയനല്ലേ? ആരാധിക്കത്തില്ലല്ലോ, മാതാവിനെയല്ലേ? അങ്ങനെ നമ്മൾ ചെയ്തോണ്ടിരുന്നല്ലേ. അപ്പൊ ഈ ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. ഇപ്പൊ നമ്മളിവിടെ വന്നു, അടുത്ത നമ്മുടെ തലമുറ. ഇവര് ഇങ്ങനെ അങ്ങോട്ട് പോയി നമ്മുടെ തീക്ഷ്ണതയൊന്നും ഇല്ലെങ്കിൽ അവർ നോക്കുമ്പോൾ കുഴപ്പമില്ല, ദൈവം അവരെ നടത്തുന്നുണ്ട്, അവരെ ദൈവം ഇങ്ങനെ കൊണ്ടുപോകും. ഇനി പറയുന്ന വളരെ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാം? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു ആ യഹൂദന്റെ ഇടയിലേക്കാണ് വന്നത്. ആ യേശുവിനെ അവർ ക്രൂശിച്ചു. യേശുവിനെ യഹൂദന്മാരെന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് അവരെ നടന്നു. യേശുവിനെ അറിഞ്ഞില്ല. അങ്ങനല്ലേ പറയുന്നത്? സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരും അവനെ കൈക്കൊണ്ടില്ല. നമ്മളെ പോലെയുള്ളവർ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയെല്ലാം ചെയ്തിട്ടും 300 മുതൽ 400 മിസൈലാണ് മുസ്ലിമുകൾ ഒന്നിച്ച് യഹൂദിന്റെ തലക്കെട്ട് കൊടുത്തത് കഴിഞ്ഞ ആഴ്ച. എത്ര മിസൈല്? 300 മുതൽ 400 മിസൈൽ
യെരൂശലേമിന്റെ മേൽ അവർ വർഷിച്ചു. അതിൽ പൊട്ടാത്ത ഒരു മിസൈൽ ഞാൻ കണ്ടു. അവർ പേര് കൊടുത്തിട്ടുണ്ട്. ആ ഒരെണ്ണം വീണാൽ മതി, യെരൂശലേം പട്ടണം കാണത്തില്ല. അപ്പൊ ഇവർ 300 എണ്ണം മുസ്ലിമുകൾ ഇവരുടെ മേൽ വിട്ടത്. ചുറ്റും മുസ്ലിമുകളാണ്, ലോകം മുഴുവൻ അവരുടെ കൂടെ ഉണ്ട്. അവര് 300 എണ്ണം ഈ കേരളത്തിന്റെ 4-1 ഒരു സ്ഥലത്തേക്ക് വിട്ടാൽ അതിനെ രക്ഷിക്കാനാണോ നശിപ്പിക്കാനാണോ? പറഞ്ഞേ, ആരും പറയുന്നില്ലല്ലോ. നശിപ്പിക്കാൻ തന്നെയാ. പക്ഷേ ഒരെണ്ണം പോലും ശരിയായിട്ട് അവിടെ തൊട്ടില്ല. മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ഒരെണ്ണം പോലും ഈ 400 എണ്ണത്തില് പ്രത്യേകം 300 എണ്ണം ആവട്ടെ. ബാക്കി വേറെ കുറെ ബാലിസ്റ്റിക് മിസൈൽ അതൊക്കെ പറഞ്ഞ് ഒരു 100 എണ്ണം വേറെ. പ്രധാനമായിട്ട് 300 എണ്ണം വന്നിട്ട് ഒരെണ്ണം വേണം. യെരൂശലേം നഗരം തവിടുപൊടി. ഇറാൻ ചെയ്ത പരിപാടി ഒരെണ്ണം പോലും ശരിയായിട്ട് അവിടെ വീണില്ല. ആകാശ മണ്ഡലത്തിൽ വെച്ച് തന്നെ ഇവരടിച്ചു താഴെയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞു, ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യരുത്, തിരിച്ചൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. നമ്മൾ ഈ ലോകത്തിലെയാണല്ലോ ജീവിക്കുന്നത്. നിങ്ങൾ ലോക സംഭവങ്ങളൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്തതല്ലേ? നമ്മുടെ ലോകത്ത് വലിയ സംഭവം നടക്കുക. അവരാര് പറഞ്ഞാലും കേൾക്കത്തില്ല. 3 എണ്ണം വിട്ടു. എത്രണ്ണം വിട്ടു? എല്ലാവരും കാണിച്ചു. 3 എണ്ണവും കറക്റ്റായിട്ട് ഇറാന്റെ തലക്കിട്ട് തന്നെ. ഒന്ന് അടിച്ചത് എവിടെയിട്ടാണെന്നറിയോ? ഒരെണ്ണം വീണത് ന്യൂക്ലിയർ പ്ലാന്റിന്റെ തൊട്ടടുത്ത്. ഒരെണ്ണം ബൊമേനയുടെ പാലത്തിന്റെ അടുത്ത്, ഒരെണ്ണം അവിടെ എയർപോർട്ടിന്റെ അടുത്ത്. എന്തായാലും കാണിച്ചു കൊടുത്തിട്ട് പറയുക, അടിക്കുകയാണെങ്കിൽ കറക്റ്റായി കഴിയും. അങ്ങനെയാണെങ്കിലോ അവിടെ നിന്ന് കാശ് മുടക്കി വിടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വേണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവരാ 300 വിട്ടെങ്കിൽ ഇനി ഇറാൻ കാണും. ആരും ഒന്നും വിട്ടുന്നില്ലല്ലോ. അതെന്താ ഇവരുടെ ഇത്ര ശക്തി? ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അവരുടെ ദൈവത്തിനൊരു പേരുണ്ട്, അല്ലാഹല്ല. അവരുടെ ദൈവത്തിന്റെ പേര് ഭഗവാനല്ല. അവരുടെ ദൈവത്തിന്റെ പേര് ഗോഡല്ല. അവരുടെ ദൈവത്തിന്റെ പേര് ദൈവമെന്നല്ല. അവരുടെ ദൈവത്തിന്റെ പേര് യഹോവ. അവർ യഹോവ എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പന്റെ പേര് എബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മക്കൾ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം എബ്രാഹത്തിന് ഒരു നിയമം ചെയ്തിട്ടുണ്ട്. എന്താണ് എബ്രാഹത്തിന് ചെയ്ത നിയമം? ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്നു. അവൻ വലിയ ജാതിയാവും. അവൻ തെറ്റ് ചെയ്താൽ അവനെ അടിക്കും. പിന്നെ ഞാൻ അവനോട് കരുണ കാണിക്കും. അവനെ ഞാൻ കൂട്ടിവരുത്തും. ആരെങ്കിലും ചോദിക്കുക ലോകത്തിൽ ദൈവമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആരെ കാണിച്ചു കൊടുത്താൽ മതി? ഇന്ത്യയെ കാണിച്ചു കൊടുക്കണം, അതോ മുസ്ലിമിനെ, അതോ റഷ്യയെ, അതോ ചൈനയെ? ആരെ കാണിച്ചു കൊടുക്കും? അതോ അമേരിക്കയെ? പൊട്ടുപോലുള്ള ഒരു സ്ഥലം ഇസ്രായേൽ. ഇസ്രായേൽ അവിടെ ഉണ്ടെങ്കിൽ ദൈവവും ഉണ്ട്. കാര്യം എന്താണെന്നറിയോ? നമ്മുടെ യേശുവിന് ഒലിമല വേണ്ട. യേശുവിനെ യെരൂശലേം കേന്ദ്രമാക്കിക്കൊണ്ട് 1000 ആണ്ട് ഈ ലോകത്തെ വാഴണം. മനസ്സിലാവുന്നുണ്ടോ? എത്രയാണ്ട് വാഴണം? ആരുമായിട്ടാ വാഴേണ്ടത്? തന്റെ വിശുദ്ധ മണവാട്ടിയുമാണ്. ലോകത്തെ 1000 ആണ്ട് വാഴക്കുക. അത് തവിട് കൂടിയാക്കുന്നവന്റെ തവിട് കൂടിയാക്കുന്നില്ല. യെരൂശലേമിന്റെ മേൽ കൈവച്ചാൽ അവന് പണി ദൈവം കൊടുക്കും. പിടികിട്ടുന്നുണ്ടോ?
അതുകൊണ്ട് അവരെയാണ് പൊക്കി പറയല്ലേ ഞാൻ നമ്മൾ ആരാണെന്ന് ബോധമുണ്ടോ? കർത്താവിന്റെ രക്തത്തിൽ വിശ്വസിക്കാത്ത എബ്രാഹത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഇത്രയും പരിപാലനം കൊടുക്കാമെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച് അവന്റെ മക്കളായി തീർന്ന എന്നെയും നിന്നെയും പരിപാലിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് തലയ്ക്കകത്തോട്ടൊന്ന് കേരളം കയറിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥകൾക്കെല്ലാം മാറ്റം. അച്ചായൻ മാത്രമായിരിക്കില്ല കുടുംബത്തെ പുറത്താക്കുന്ന, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളെല്ലാവരും കാര്യം വെച്ച് കഴിഞ്ഞാൽ ഭൂതത്തെ അപ്പൊ എന്തുകൊണ്ടാണ് പുറത്താക്കാത്തത്? അടുത്തിരിക്കുന്ന ആളുകളോ വിശ്വാസക്കുറവ്, എന്താ വിശ്വാസക്കുറവ്. അപ്പം ദൈവമക്കളാണോ? ആണോ അല്ലേ? ഞാൻ ദൈവമക്കളാണ് അല്ല ദൈവമകനാണെന്ന് വിശ്വസിക്കുന്നവർ ഒരു അലേലിയ പറഞ്ഞു. പക്ഷെ ഭൂതം പുറത്തു പോകാത്ത എന്താ? വിശ്വാസക്കുറവ്. ശരിയല്ലേ? അപ്പം ആ ഒരു കടുകുമണിയോളമുള്ള വിശ്വാസത്തിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങളല്ല എന്ന് യേശു പറഞ്ഞത്. അങ്ങനല്ലേ പറഞ്ഞു? ഇവിടെ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാവോ? യോഹന്നാന്റെ സുവിശേഷം 15-16 വാക്യം. 15-16 എല്ലാവരും ഉറക്കെ വായിച്ച്. ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുന്നില്ലേ? അത് നിങ്ങളുടെ മിടുക്കല്ലെന്ന്. നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടത്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടത് നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. കണ്ടോ? നിങ്ങൾ എന്റെ നാമത്തിൽ എന്റെ അപ്പച്ചനോട് ചോദിക്കുന്നതല്ല, അവൻ നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. ആര് പറഞ്ഞതാ? ആരാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങളല്ല. എബ്രാഹത്തെ വിളിച്ചപ്പോഴും പറഞ്ഞ എന്നാണെന്നറിയോ? എബ്രാഹിം വിഗ്രഹാരാധിയായിരുന്നു. എബ്രാഹത്തെ ആരാ വിളിച്ചത്? യഹോവയാണ് വിളിച്ചത്. എബ്രാഹത്തെ വിളിച്ചതുപോലെ യേശു പറയുകയും ഞാനും നിങ്ങൾ എന്നെ തേടി വന്നതല്ല. കേട്ടോ ഷാബു? യഹോവ കുടിച്ചോ? ഇത് വളരെ ഗൗരവമാക്കി എടുത്ത് മനക്കച്ചേറെ ഇളക്കണം. പറഞ്ഞെത്തിയോ? ഭാര്യ ഉണ്ടോ? ഇത് വന്നോ? ഭാര്യ വന്നില്ല. അപ്പുറത്താണ്, വീട്ടിലാണ്. ഇത് ഒരു നഷ്ടമുള്ള കാര്യമല്ല. എപ്പോഴാണ് ഇത് നഷ്ടക്കച്ചവടം അല്ലാതെ നടന്നില്ല. വിളിക്കുന്ന ദൈവം ആരാണെന്നുള്ള ബോധ്യം വന്നാൽ ഷാബു ഭാര്യയെ കൈയെടുത്തു. ഞാനൊക്കെ നടന്ന പോയിട്ട് SB ഹൈസ്കൂൾ വരെ നടന്ന് പഠിച്ചത്. എവിടുന്ന? നമ്മുടെ പോത്തോട്ടിൽ നടക്കുകയാണ്. എവിടം വരെ? ഉച്ചയ്ക്ക് എന്നിട്ട് ആഹാരം കഴിക്കാൻ വീട്ടിൽ, ആഹാരം കഴിച്ച് വീട്ടിൽ. ഞായറാഴ്ച ഒരു ദിവസം പല കസേരകളും ഇല്ലല്ലോ. പ്രിയ ദൈവജനമേ, നഷ്ടക്കച്ചവടമല്ല. എന്റെ യേശുവിനെ മാനിച്ചാൽ, എന്റെ കർത്താവിനെ മാനിച്ചാൽ, കേട്ടോ, നിനക്ക് ഹോസ്പിറ്റലിൽ കാശ് കൊടുക്കേണ്ടി വരത്തില്ല. സൗഖ്യദായകന എന്റെ ദൈവം. ഞാൻ ഇവിടെ നിന്ന് പ്രഘോഷിക്കുന്ന എന്റെ ദൈവം അവൻ രോഗിയല്ല, അവൻ രോഗസൗഖ്യദായകന. അവൻ പട്ടിണിക്കാരനല്ല, അവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാ. അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ അരിശിതാവസ്ഥകളെയും മാറ്റി മറിച്ച് പട്ടണത്തിൽ നിന്നെ മാനിക്കാൻ, നിന്റെ മക്കളെ മാനിക്കാൻ മതിയായവനാ. നീ കടഭാരം കൊണ്ട് വഴിനീളം നടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈ നീട്ടാൻ എന്റെ ദൈവം നിന്നെ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടെന്നറിയോ? അവൻ സകലത്തിന്റെയും ദേവന. അങ്ങനല്ലേ നമ്മൾ വായിക്കുന്നത്? സകലത്തെ നിർമ്മിച്ചവന, സകലത്തെ ഉണ്ടാക്കിയവന. എന്റെയും നിങ്ങളുടെയും വിഷയങ്ങൾ മാറ്റിത്തരാൻ മതിയായവന. പറയാൻ നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ അത്രേ നിങ്ങളെ തെരഞ്ഞെടുത്തത്.
എന്തിനാ തെരഞ്ഞെടുത്തത്? നാട് മുഴുവൻ തെണ്ടി നടക്കാനോ? അല്ലല്ലോ. നാട് മുഴുവൻ വീടുകൾ നടന്നേ. എനിക്കൊരു 10 രൂപ ഉണ്ടോ, എനിക്കൊരു 50 രൂപ ഉണ്ടോ, എനിക്കൊരു 25 രൂപ എന്റെ മക്കളെ വളർത്താനുണ്ടോ? തെണ്ടാൻ വേണ്ടിയല്ല നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും എന്ന് പറഞ്ഞാൽ രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, നിന്റെ കരങ്ങൾ കൊണ്ട് അനേകരെ ആശ്വാസം കൊടുക്കാൻ, അനേകർക്ക് അനുഗ്രഹം കൊടുക്കാൻ അത്രേ. നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ എന്റെ അപ്പച്ചനോട് നിങ്ങൾ എന്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ അത് ദൈവം നിങ്ങൾക്ക് തരും. ശരിയാണോ അല്ലയോ? അപ്പൊ ഇത്രത്തോളം ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടും യേശുവിന്റെ രക്തത്തെ അംഗീകരിക്കാതെ ഇസ്രായേൽ ജനം ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടും ക്രിസ്തുവിന് 2000 കൊല്ലം കഴിഞ്ഞിട്ടും ഭൂമണ്ഡലത്തിൽ ഒരു ഇസ്രായേലിനെ ദൈവം ഭൂമണ്ഡലത്തെ വിറപ്പിച്ചു നിർത്തിയെങ്കിൽ അതാ ഞാൻ പറഞ്ഞു വന്നു. അവന്റെ ചങ്ങിലെ ചോരയാൽ വീണ്ടെടുത്ത ദൈവമൈകളെ നീ ഏത് വിഷയത്തിലാണ് കഴിഞ്ഞത്? ഇപ്പൊ അതാ അറിയുന്നു. ഇപ്പൊ അറിയേണ്ടതാണ് നീ ഏത് വിഷയത്തിലാ. അത് നിന്റെ ഗതികേടെല്ലാം ഒന്നുമല്ല. നീ കരയുന്നുണ്ടോ? അത് നിന്റെ ഗതികേട്. എന്താണെന്നറിയാമോ? നീ വിളിക്കേണ്ടവനെ വിളിക്കണം. 2, വിശ്വസിക്കേണ്ടവനെ ഹൃദയം തുറന്ന് വിശ്വസിക്കണം. നീ അപേക്ഷിക്കേണ്ടവനെ നീ ഹൃദയം തുറന്ന് അപേക്ഷിക്കണം. നിന്റെ നിലവിളിച്ചാൽ, നിന്റെ ഹൃദയം നുറങ്ങിയാൽ ദൈവം അവിടെ നിൽക്കും കേട്ടോ. നിന്റെ ഹൃദയം നുറങ്ങിയാൽ, സത്യമുണ്ടെങ്കിൽ ദൈവം നമ്മെ നടത്തും. കള്ളത്തരവും അടവും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ആണെങ്കിൽ അതുപോലെ നടക്കണം. നമ്മളെ കറക്കാൻ വേണ്ടിയല്ല ദൈവം വിളിച്ചത്. നിങ്ങളെ ഞാനാ വിളിച്ചതെങ്കിൽ നിങ്ങൾ പോയി ഫലം കഴിക്കണം. ആ ഫലം നിലനിൽക്കണം. നിലനിൽക്കണമെന്ന് മാത്രമല്ല, പിന്നെ നിങ്ങൾ എന്റെ നാമത്തിൽ എന്റെ പിതാവിനോട് ചോദിക്കുന്നത് ഏതോ എന്റെ അപ്പച്ചൻ നിങ്ങൾക്ക് തരും. കർത്താവ് കള്ളം പറഞ്ഞല്ല പോയത്, കള്ളം പറഞ്ഞാണ് പോയത്. അപ്പൊ കിട്ടണ്ടേ? കിട്ടും. തരിക തന്നെ. ഇനി നമ്മുടെ സബ്ജക്റ്റിലോട്ട് കയറുക. ഇനി സമയമുണ്ടല്ലോ. പുറപ്പാട് പുസ്തകമാണ് ഇനി തുടങ്ങുന്നത്. 1:6-7 പുറപ്പാട് പുസ്തകം. യോസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു. Exodus chapter 1 verse 6 and 7. English. Okay. Exodus chapter 1 verse 6 and 7. യോസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു. യോസേഫും തലമുറയെല്ലാം മരിച്ചുപോയി. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു വരികയും ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. 6-7. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് ഇസ്രായേലിലുണ്ടായി. കേട്ടോ, യോസേഫിനെ അറിയാത്ത വേറൊരു രാജാവ്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിങ്ങളുടെ വീട്ടിലെ ചിലപ്പോൾ അപ്പ മരിച്ചു പോകും, അമ്മ മരിച്ചു പോകും, ചിലപ്പോൾ അച്ചായൻ മരിച്ചു പോകും, പാസ്റ്റർമാര് മാറത്തില്ല. അപ്പൊ അച്ചായനെ കൊണ്ടുപോയിട്ട് കുഴിച്ചത്, റാണി മരിക്കും, പിന്നെ പിള്ളേരൊക്കെ ഉള്ളൂ. ഒരു കാര്യം ഓർക്കണം, എന്തോ ഈ പറഞ്ഞു വരുന്നുള്ളൂ. യോസേഫ് മരിച്ചു. അന്നുണ്ടായിരുന്ന ആൾക്കാരെല്ലാം, പക്ഷെങ്കിൽ യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് വന്നു. കേട്ടോ, അവർ വിഷമിച്ചു പോയി. എന്തുകൊണ്ടാണ് അവർ വിഷമിക്കാനുള്ള കാരണം? അവര് ദൈവത്തെ മറന്നുപോയി. കേട്ടോ, എന്റെ കുഞ്ഞെ ഷാബുവെ പറഞ്ഞാൽ മനസ്സിലായി. നിന്റെ ഭാര്യയും മക്കളും നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവര് മറക്കത്തില്ല. എങ്ങനെ മറക്കാമെന്നറിയോ? അച്ഛാൻ പറഞ്ഞിട്ടുണ്ട്, വേരിന് കൊണ്ടായാലും നാടനായാലും നമുക്ക് പോയി ആരാധിക്കണം.
നാളനായാലും നമുക്ക് പോയി ആലയത്തിൽ പോയി എൻ്റെ കർത്താവിനെ ആരാധിച്ചാൽ ഈ ആഴ്ചയിൽ എൻ്റെ ഗതികേട് ദൈവം മാറ്റും എന്ന് ശാപം എന്ന് വിശ്വസിക്കുന്നു അന്ന് കാര്യം മാറും. കിട്ടിയോ? എൻ്റെ ദാബു ഇത് വലിയ സംഭവം. നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ചിലപ്പോൾ ചിലതൊക്കെ മാറ്റി വെക്കും. മാറ്റരുത്. അത് വേണം. എത്രയോ പേരാ വരാത്തത്. എന്തുകൊണ്ടാണ് വരാത്തത്? ഇവിടെ അനുഭവം ഇവിടെ നിന്നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി 3 മണിയായപ്പോൾ അവളെ വിളിച്ചു. ഞാൻ ഉറക്കമാണ്. ഹലോ, ആരായത്? അനുവ. പ്രൈസ്തലോ. 3 മണിയാണ്. ഞാൻ നീ അതെ ഞാനിപ്പോ 3 മണിക്ക് എഴുന്നേറ്റാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ 4 ആയിപ്പോ. ഞാൻ പ്രായമായപ്പോ എന്റെ 3 മണിയൊക്കെ പോയി. ഞാനിതിൽ 4:30 പ്രായമായി. ചില പകുതിയൊക്കെ എഴുന്നേറ്റുന്നു. ഞാൻ 21 ദിവസം ഉപസിക്കാൻ പോകും. നല്ല കാര്യം. അവിടെ പറഞ്ഞാൽ മനസ്സിലായി. അവിടെ ദൈവത്തെ അവർ പറയുക, എനിക്ക് ആത്മാവിൽ വളരണം, ബലപ്പെടണം. സ്തോത്രം. ഒരു ഇടിയ പറഞ്ഞ ശാപം അവർക്ക് ബോധം വന്നു. നമുക്ക് ബോധം വേണം. അവള് ഇവിടെ ആയിരുന്നു. വെള്ളിയാഴ്ച മരിക്കാൻ പോകുന്നില്ല. ഞാൻ കണ്ടിട്ട് പോയില്ല. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാത്തവർ 21 ഉപവാസിക്കുകയാണ്. ഇവിടെ ഒരു തലതിരിഞ്ഞെടുത്തുണ്ട്. ഇവിടെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ അവന്റെ പേര് ഗോകുൽ. അവന്റെ അമ്മ വന്നിട്ടില്ല. അവനെ അനുസരിക്കുന്നവനെ അല്ലായിരുന്നു. അവന് എറണാകുളത്ത് നിന്ന് ഒരാൾ ഒരു വണ്ടി ഇവിടെ കൊണ്ടിട്ട് ജോലിയുടെ വണ്ടിയെ ഇരിച്ചു. ലൈസൻസ് ഇല്ലായിരുന്നു. രാഹുൽ. അതിനുശേഷം അവന് ഇവിടെ എപ്പോഴും വണ്ടി എടുത്തുകൊണ്ട് പോക്കാം. അത് നമ്മളാരും പറഞ്ഞാൽ കൃപയുടെ കൃപയാണ്. അനുസരിക്കത്തൊന്നുമില്ല. ഞാൻ എന്നാ പറഞ്ഞാലും അനുസരിക്കത്തില്ലല്ലോ. പല പിള്ളേരും അതാണ് ഇപ്പോഴും. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ നടത്തും. ഇവൻ കൊച്ചിയിലോട് അവിടെ പട മേടിച്ച് പന്തളത്തിൽ ചെന്നപ്പം അവിടെ പന്തം കൊടുത്തി അരുണവിടെ നിൽപ്പുണ്ട്. ഇവൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇവൻ ബൈക്കെടുത്തപ്പോൾ അരുൺ ചോദിച്ച് ലൈസൻസ് ഉണ്ടോ? അപ്പൊ പറഞ്ഞില്ല. വെക്കട ഇവിടെ നിന്റെ കീ ഇവിടെ വെക്കാൻ പറഞ്ഞു. അപ്പൊ പേടിയുണ്ട്. അവൻ കീ അവിടെ വെച്ചു. ലൈസൻസ് എടുത്തോണ്ട് വന്നിട്ട് ഇവിടുന്ന് നീ എന്റെ എടുത്താ മതി. നീ ഇവിടുന്ന് എടുത്താൽ മതി. അങ്ങനെ അവനെ കൊണ്ട് ലൈസൻസ് എടുപ്പിച്ച് അപ്പൊ വരച്ച വരെ വേണം വരും ഇല്ലേ? എന്നിട്ടാണ് പിന്നെ അവൻ ഓഫീസിൽ ചെന്ന് അവൻ്റെ കയ്യോട് കൊടുത്ത് പറഞ്ഞു ഇനി ഓടിക്കാൻ പറഞ്ഞു. നിങ്ങളവിടുത്തെ റോബിനല്ല ഞാൻ അരുൺ ഫിലിപ്പാണ്. ആരാ? അരുൺ ഫിലിപ്പ്. അവിടെ കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ഇപ്പൊ ഇവിടുന്ന് പോയ പുള്ളികളെല്ലാം നല്ല മര്യാദ കിട്ടും. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഇവിടെയാണെങ്കിൽ എന്നെ ശരിയാക്കിയ ആ പോയില്ല. പറഞ്ഞ വല്ല അനുസരണയുണ്ടോ? ഒട്ടും അനുസരിക്കുന്നില്ല. ഇപ്പൊ പോയന്മാർക്കായിട്ട് നന്ദി. കാരണം അവിടെ ശരിക്ക് പണി എടുത്തിട്ട് വെള്ളം കൊടുക്കുന്നുള്ളൂ. പണി എടുപ്പിച്ചിട്ട് അരുൺ ഫിലിപ്പ് വെള്ളം ചെയ്യത്തുള്ളൂ. ചുമ്മാതൊന്നും ചെയ്യത്തില്ല. അവരൊക്കെ വിളച്ച് പഠിച്ച പുള്ളികളാണ്. ഇവിടെ കുറെ എണ്ണം പോയിട്ടുണ്ടല്ലോ. അവരുടെ കാര്യം പറഞ്ഞു. ചിലർക്കൊക്കെ ചെല്ല് കഴിയുമ്പോൾ പട പേടിച്ച് പന്തളത്തിലോട് ചെന്നാൽ പന്തവും കൊളുത്തി പട അവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ എല്ലാം വളരെ മര്യാദക്കാരായി. ഇപ്പൊ ഭയങ്കര മര്യാദ, ഭയങ്കര പ്രവർത്തനവും. ഇവിടെ ഇരുന്ന കാലത്ത് പ്രവർത്തിച്ചിട്ടേ അവിടെ ഭയങ്കര പ്രവർത്തനം. കാരണം അവിടെ പ്രവർത്തിച്ചില്ലേ പറഞ്ഞ് വീട്ടിൽ. അങ്ങനെ അവിടുത്തെ സ്ഥിതി ഒന്ന് നോക്കിക്കേ. ഭയം ഉണ്ടെങ്കിൽ ഒക്കെ മര്യാദയല്ല. എടാ കൊച്ചനെ, അടി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ നേരെ ആയിക്കോളാൻ പറഞ്ഞു. ഇത്രയും അച്ഛൻ പറഞ്ഞു. എന്തിനാ പലരുടെ ഉദാഹരണമൊക്കെ പറഞ്ഞു? എന്തിനാ അധികം ഫറവോൻ വന്ന് നിന്നെ അടിക്കുന്നതിന് മുമ്പ് ഇപ്പോഴേ നേരെ നടന്നാൽ നല്ലത്. അവരുടെ അത് പിടികിടിക്കുന്നു. ഇപ്പൊ ഇവരെ എത്ര പേരാ? ജോസഫിനെ അറിയാത്ത ഫറവോൻ ചാട്ടവാറും കൊണ്ട് നിൽക്കുക. ആരമേൽ
ഇപ്പൊ ഭയങ്കര അനുസരണ. എന്തോ പൊക്കിക്കൊണ്ട് പോകുന്നറിയോ? ഉള്ള ചോട് മുഴുവനും എടുപ്പിച്ചിട്ട് ആരും പൈസ കൊടുക്കുള്ളൂ. എന്നിട്ട് വല്ലതും കൊടുക്കുവോ? പഴയ സമ്മാനമൊന്നുമില്ല. പക്ഷേ അവിടെ ഇട്ട് നേരെയാക്കി എടുത്തു. ആരാ? അവിടെ കിടന്ന് അയ്യം വിളിച്ചു. അയ്യം വിളിച്ചപ്പം ആര് കേട്ടു? ദൈവം കേട്ടു. ഞാൻ ഈ പിള്ളേരോട് പറയും, കൈമനോട് പറയും, മോനെ നീ നിന്റെ വല്യപ്പന്റെ ദൈവത്തെ അറിയാതെ നടന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഒരു ദിവസം നീ ഈ ദൈവത്തെ അറിയാതെ നടന്നാൽ സ്ട്രെച്ചറെ പൊക്കിക്കൊണ്ട് വരും. ഏതെ പൊക്കിക്കൊണ്ട് വരും? സ്ട്രെച്ചറിനെ മനസ്സിലായി? എന്തുവാ? കാലും കൈ ഓടിച്ച് തല്ലി ഓടിച്ച് ദൈവം കൊണ്ടുവരും. എന്നാലും ദൈവം ഇവനെ കൈവിടത്തില്ല. മനസ്സിലായിരുന്നു? കാര്യം ദൈവം എന്നോടൊരു വാഗ്ദത്തം ചെയ്തു, ഇല്ലേ? ഇവിടെ ദാസപ്പനോടും മണിയമ്മയോടും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വാഗ്ദത്തം ചെയ്തു. 1000 തലമുറ വരെ നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും. അപ്പൊ ദാസപ്പന്റെ മകൻ ജീവേഷിന് തോന്നി, മറ്റേ പുള്ളി എന്ത് പറയും? അവനൊന്ന് തോന്നി, ഞാൻ ചലഞ്ച് ചെയ്യാൻ നിങ്ങൾക്കൊന്ന് തോന്നാൻ. എങ്ങനെ തോന്നി? ഞങ്ങൾ ഇനി ആരാധിക്കുന്നില്ല, ഞങ്ങൾ കുറെ കാലമായില്ലേ ആരാധിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് പോവുക എന്ന് പറഞ്ഞ് പോയാൽ ഞാൻ കൈമനോട് പറഞ്ഞത് തന്നെ അവരോട് പറയും. അവരോട് മാത്രമല്ല, നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും പറയും. ഓടിച്ചു മടക്കി. മുസ്ലിമിനെ ഹിന്ദുവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തെ ദാസപ്പൻ അറിഞ്ഞെന്നുള്ള ഏക കാരണത്താൽ നീ നേരെ ചൊവ്വേ നടക്കുന്നില്ലെങ്കിൽ നിന്റെ തലമുറയെ ഓടിച്ചു മടക്കി സ്ട്രക്ചറേറ്റ് പോളിറ്റിക്സ് സഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന ദൈവം. മനസ്സിലായില്ലെന്ന് തോന്നി. കൈയടിക്കാതെ അടിച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ നരകത്തിലോട്ട് വിടാൻ ആ ഇഷ്ടമില്ല. അത് നല്ലൊരു കാര്യമല്ലേ? നിന്നെ നരകത്തിലോട്ട് വിടാതിരിക്കേണ്ട കാര്യമുണ്ടോ? വിടാതിരിക്കുന്നുണ്ട്. ദൈവം അവനോട് വാഗ്ദത്തം, ആരോട് വാഗ്ദത്തം ചെയ്തു? എബ്രാഹത്തിനോട് വാഗ്ദത്തം ചെയ്തു. ഇതുപോലെ ദൈവം പറയാ, ദാസപ്പനെ ഞാനാ വിളിച്ചത്. എന്തിനാ ദാസപ്പനെ വിളിച്ചതറിയോ? നിന്നെ തലമുറ തലമുറയായി അനുഗ്രഹിക്കാൻ. അപ്പോഴാ മക്കള് പറയുന്നത്, ജ്ഞാനത്തിലൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ തലമുറ ഒന്ന് നടന്നു നോക്കിക്കേ. പരിണത ഫലം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നുണ്ടോ? എന്താ ചെയ്യേണ്ടത്? എന്റെ കുഞ്ഞിനെ ചില പിള്ളേരുണ്ട്, അപ്പച്ചൻ വടിയെടുക്കുമ്പോഴേ എന്താ അനുസരിക്കുന്ന പിള്ളേരുണ്ട്. ചിലർ 1-2 അടി കിട്ടുമ്പം ചിലതനുസരിക്കും. ചിലർ പറയും, എന്നെ എത്ര അടിച്ചാലും അവൻ ചാകുന്ന വരെയാണ്, ഇല്ലേ? എങ്കിലും അവന്റെ ദയ നിന്നെ വിട്ടു പോകുന്നില്ല. ദൈവത്തെ മാത്രമേ നിങ്ങളൊരു കാര്യം ഓർക്കണം. ദാസപ്പൻ ഭയങ്കര എടുക്കണം. നല്ലൊരു പണി കൊടുത്തിട്ട് പോയിരിക്ക പിള്ളേർക്ക്. എടാ, ഞാനൊരു ദൈവത്തെ അറിഞ്ഞു, നിനക്ക് സന്ദേശം ഞാൻ പോവുക. നിനക്ക് നീ ഇതിനെ അനുസരിക്കണമെന്നാ എന്റെ അനുസരിക്കാതിരിക്കുകയോ ചെയ്തു. പക്ഷെ എനിക്കറിയാം, നീ എവിടെ പോയാലും എന്റെ ദൈവം നിന്നെ പിടിക്കും. മനസ്സിലായ മക്കൾക്ക് ഒരു കരമടിച്ച് ദൈവത്തെ ശ്രമിച്ചേ. അതാണ് ഈ 3 മിസൈല് കറക്റ്റ് പോയി വീഴുന്നത്. ഇപ്പൊ ഇവിടെ കിട്ടിയോ? കാലങ്ങളിൽ യേശുവിനെ ക്രൂശിച്ചിട്ടും എബ്രാഹിമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത കരുണ ഇസ്രായേൽ മക്കളുടെ മേൽ ഉണ്ടെങ്കിൽ അവന്റെ ചങ്കിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമല്ലേ നിന്നെയും എന്നെയും അവരുടെ 1000 തലമുറകളെയും അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട്.
കുഞ്ഞും പേടിക്കണ്ട അല്ലേ? 3 മക്കളല്ലേ? എനിക്കുണ്ട് 3. ഒരുത്തൻ അത്രയും അങ്ങോട്ട് വരുന്നില്ല, ഒരുത്തി അത്രയും വരുന്നില്ല, പേടിക്കണ്ട. സ്ട്രക്ചറെ വരുന്നവരെ അടിക്കും. എങ്ങനെ വരുന്നവരെ? സ്ട്രക്ചറെ കേൾക്കുന്നവരെ അടിക്കും. പക്ഷെ അടിക്കാതിരിക്കുന്ന എന്ത് ചെയ്താൽ മതി? ചുമ്മാ ഏതെങ്കിലും അപ്പന്മാര് ഏതെങ്കിലും പിള്ളേരെ അടിക്കുമോ? അടിക്കുന്നില്ല. എപ്പോഴാണ് അടിക്കുന്നത്? കുരുത്തക്കേട് കാണും അല്ലേ? അപ്പൊ കുരുത്തക്കേട് കിട്ടുമ്പോ എന്താ? ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒരു സാറിനെ പഠിപ്പിക്കുകയായിരുന്നു, ഗോവയിൽ വെച്ച്. അദ്ദേഹത്തിന്റെ പേര് മാത്യു. ആ മാത്യു സാറിന് പുള്ളിക്കാരൻ നമ്മുടെ ചർച്ച് ഹിസ്റ്ററിയെ പഠിപ്പിക്കും, ഇന്ത്യയിലെ സഭാചരിത്രം ഈ മാത്യു സാർ പഠിപ്പിക്കുന്നു. അപ്പൊ മാത്യു സാറിനോട് ഞാൻ നമ്മുടെ അവിടെ വരുന്നവർക്കൊക്കെ പല പല പ്രശ്നങ്ങളാണ് ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക്. അപ്പൊ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ മാത്യു സാറിനോട് ചോദിച്ചു ഒരു ദിവസം, മാത്യു സാറ് ഇവിടെ നമ്മളവിടെ പഠിക്കാൻ വരുന്ന പിള്ളേർക്കും സാറിനൊക്കെ വലിയ പ്രശ്നമാണല്ലോ എന്ന് ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, സാമ്പത്തികമില്ല, അല്ല അവിടെ അവിടെ അസുഖം, ഇവിടെ ഇത് ഒരു കുഴപ്പമില്ല. നമ്മൾ എൻ്റെ നിപ്പ് എൻ്റെ റോബിനെ എന്നോട് പറഞ്ഞത് വടി എടുക്കുന്നതിന് മുമ്പേ അനുസരിക്കും. പിന്നെ കർത്താവ് എന്നാ ചെയ്യാൻ പറ്റുന്നത്? വടി എടുക്കുന്നതിന് മുമ്പേ അനുസരിക്കുന്ന ഒരു മകനാണെങ്കിൽ ചുമ്മാ ദൈവത്തിന് അടിച്ചിട്ട് ദൈവത്തിന് എന്താ പറയുക? പ്രാർത്ഥന. അല്ല, അടിക്കുന്നതും തട്ടുന്നതും ഒക്കെ കുരുത്തക്കേട്ടവരിട്ടാണ്, അവൻ നേരെയാകാനായിട്ടാണ് ഇല്ലേ? ഈ വിളിക്കുന്നതിന് മുമ്പ് സുഖികളിലേക്ക് വന്നു പിള്ളേരുടെ കൈ പിടിച്ച് ഇസ്രയേലിലെ സമ്പത്തുകളേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ അടിക്കേണ്ട ആവശ്യമുണ്ട്. ചുമ്മാ എടുത്തിട്ട് ദൈവം അടിക്കും. ഞാനിങ്ങനെ നോക്കാം, എല്ലാവർക്കും ഈ അടി കിട്ടുന്നത്, എല്ലാവരും യേശു എല്ലാവർക്കും ഈ അടി കിട്ടുന്നത്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അടിയ. എന്റെ കുഞ്ഞെ, ഞാൻ ഈ പച്ച മലയാളത്തിൽ പറയുക, നമ്മൾ ഏതായാലും ഒരാൾ നമ്മളെ വിളിച്ചു. ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു, ഏതായാലും ഞാനല്ല നിങ്ങളെ വിളിച്ചത് പറയുക, നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ അത്ര നിങ്ങളെ അല്ലേ? അച്ഛനല്ല നിങ്ങളെ ആര് തെരഞ്ഞെടുത്തതാരാ? എന്തിനാ ദൈവം തെരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ആരാധനയ്ക്കും വരത്തില്ല, സ്വതന്ത്ര എടുത്തില്ല, നാട്ടുകാരോട് വഴക്ക്, എല്ലാ കള്ളക്കച്ചവടവും കരിച്ചത്തേക്ക് അടി പാഴ്സൽ നീ മാത്രം കഴിച്ചതേ ഉള്ളൂ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവൻ മുടക്ക് വരുത്തില്ല. നേരോടെ നടന്നാൽ മതി കേട്ടോ. ദൈവത്തിന്റെ മുമ്പിൽ ആരാധിച്ച് നേരോടെ നടന്നാൽ ഒരു നന്മയ്ക്കും മുടക്ക് വരുത്തത്തില്ല. എനിക്ക് ജോലി വിളിച്ചാൽ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നു നമ്മുടെ ഇവരെല്ലാവരും രാഷ്ട്രീയക്കാർ വരും. ഇന്ന് വന്നതേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷൻ നോക്കിയാൽ മതി. ഇതിനിടയ്ക്ക് നമ്മുടെ സെക്രട്ടറി ഷെയ്ഖിയുടെ പുള്ളിയുടെ വേദന കൊണ്ട് പറഞ്ഞത് ലോകത്തിൻ്റെ മനുഷ്യൻ, ലോകത്തിൻ്റെ കാര്യങ്ങൾ. പക്ഷെ നമ്മളെ ആര് കൈവിട്ടാൽ ഇവിടെ കേട്ടല്ലോ എന്താ ഇവിടെ ഒരു വചനം എന്താ കേട്ടത്? യെശയ്യാവ് 49:15-16 വായിച്ച്. യെശയ്യാവ് 49:15-16. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഇവിടെ ആരാധിച്ച സമയത്ത് ദിവ്യശായിരുന്നു ആ വചനം കൊണ്ടുവന്നു. നമ്മുടെ ഗണേഷ് കൊണ്ടുവന്ന ഒരു വചനമാണ്. ആ വചനമല്ലേ കൊണ്ടുവന്നു? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും, ആ തവ മറന്നു പോയാലും ഞാൻ നിന്നെ മറക്കയില്ല. 15-16 ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. കേട്ടോ, ദൈവം പറയുക. എന്നോട് ശ്രദ്ധിച്ച്, ദൈവം പറഞ്ഞ മനസ്സിലായോ? ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ നിന്നെയും എന്നെയും വരച്ചിരിക്കുക. സന്തോഷമില്ല? സന്തോഷം അധികം തോന്നുന്നു. കരമടിച്ച് ദൈവത്തിന് മാത്രമേ, നല്ലപോലെ കരമടിച്ച് ദൈവത്തിന്. ഇനി ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നതാണ്. ആരംഭത്തിൽ തന്നെ
നിന്നെ എന്റെ കയ്യിൽ നിന്റെ തള്ള മറക്കും, നിന്റെ കൂട്ടുകാർ മറക്കും, അപ്പനും അമ്മയും മറക്കും. ഞാനാ നിന്നെ വിളിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. കേട്ടോ, എല്ലാം മറന്നു പോയാലും മറക്കാത്ത ഒരു ദൈവമാണ് എന്നെയും നിങ്ങളെയും വിളിച്ചതെങ്കിൽ അവന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണെന്നതാണ്. അതുകൊണ്ട് സങ്കീർത്തനം 27:10 എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുക, എന്റെ അപ്പനും അമ്മയും അല്ലേ. പൊന്നമ്മേ ഫാത്തിമാപുരത്തല്ലേ താമസിക്കുന്നത്? ഇവിടെ ഉള്ള ആരും കാണാൻ വരുന്നില്ലല്ലോ. വരുന്നുണ്ടോ? ഞാൻ ഉൾപ്പെടെ ആരെങ്കിലും ഉണ്ടോ? ആരും വരുന്നില്ല പൊന്നമ്മയെ കാണാൻ. ഞായറാഴ്ച പൊന്നമ്മ ഇവിടെ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കണം, ഈ വചനം മനസ്സിലായ എന്താ പറഞ്ഞത്? എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എന്റെ അപ്പനും എന്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു. വരുന്ന ആൾക്കാർ ചിലപ്പം വരുന്നല്ലോ ഓർത്ത്, പോയില്ലല്ലോ ഓർത്ത് ഒന്ന് മുഖം കാണിക്കാൻ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓർമ്മ കേട്ടോ. എനിക്കാണ് വണ്ടി ഓടിക്കാനാവുള്ളൂ. അപ്പൊ ഞാൻ ഒരു ഓട്ടം ഓടിച്ചാലും ഒരു ദിവസം വരും. അതൊരു ശാശ്വതവാരമാണോ? ആണോ? പൊന്നമ്മയെ ഒന്ന് കാണിക്കാൻ വേണ്ടി നാട്ടുകാരൊന്ന് പറയും, നിങ്ങളുടെ ദൈവദാസന ഒന്ന് വന്നു, അത്രയും ഒരു സമാധാനം. നാട്ടുകാരോട് പറഞ്ഞ അവിടുത്തെ ദൈവദാസൻ ഒന്ന് വന്നു അല്ലേ. പക്ഷേങ്കിൽ ദൈവദാസൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നമ്മയെ ഒന്ന് പറയലേന്നോർത്തായി വന്നത്, അത്രയേ ഉള്ളൂ. എന്നാൽ മറക്കാത്തൊരു ദൈവമുണ്ട് കേട്ടോ. ഇതൊക്കെ പേരിന് വന്നു പോകുന്ന, അതാ ഞാൻ പറഞ്ഞത്. ഫറവോനെ, ജോസഫിനെ അറിയാത്ത ഫറവോൻ വന്നു അല്ലേ. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, അവര് ദൈവത്തെയും മറന്നു. ഇസ്രായേൽ മക്കൾ ഇപ്പൊ 35 ലക്ഷമുണ്ട്, എങ്കിലും ഈ ദുഷ്ടജാതിയോട് ദൈവം മറന്നിരുന്നു. ദുഷ്ടജാതിയായ ദൈവത്തെ ആരാധിക്കാത്ത, ദൈവത്തെ തള്ളിക്കളഞ്ഞ ഇസ്രായേൽ മക്കളെ എന്റെ ദൈവം തള്ളിയില്ലെങ്കിൽ ചങ്കിലെ ചോരയായി വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, നിന്നെ എത്രയധികം ദൈവം സ്നേഹിക്കുന്നു. അല്പസമയം അവിടെ മുട്ടുകുത്തി ഒരു പാട്ട് പാടി എന്റെ യേശുവേ എന്ന് പൊന്നമ്മ വിളിക്കുമ്പോ ആ വിളി കേട്ട് ഇറങ്ങി വരുമ്പോ ആണിപ്പോഴുള്ള ജലം തൊട്ട് സൗഖ്യമാണ്. ഹൃദയത്തിന്റെ അകത്ത് ലോകം സമാധാനം തന്നെങ്കിൽ എന്റെ യേശു സമാധാനം തരും. ആ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. നമുക്ക് അസുഖങ്ങളെ മാറ്റും, നമുക്ക് സമാധാനം തരും. അയൽവക്കക്കാരെ നമ്മുടെ കൂട്ടുകാരാണ്, ശത്രുക്കൾ നമ്മുടെ മിത്രങ്ങളാക്കി മാറ്റും. ആരെങ്കിലും മുട്ടുകൂത്തണം, പഴി പറയില്ല, അച്ചായം വന്നില്ലല്ലോ. അവിടെ ഇവിടെ ഏഷണി പറയല്ലോ, അച്ചായം വന്നില്ലല്ലോ, അവരിങ്ങനെ ചെയ്തല്ലോ, പറഞ്ഞാൽ പോയി, പിന്നെ സമാധാനം കിട്ടത്തില്ല. ആരെയൊന്നും പറയില്ല, അയ്യോ അച്ചായം വന്നില്ലല്ലോ, ഇവൾ എൻ്റെ കൂടെ വലിയ വർത്താനം പറഞ്ഞ സഭയിൽ ഇരിക്കും, ഇവൾ പോലും എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. പറയല്ലേ. മനുഷ്യനാ. ഇവിടെ നിന്ന് വായിച്ചല്ലോ, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനിൽ ആശ്രയിക്കരുത്. എല്ലാരും പറഞ്ഞ് ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞ്, ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ്, മൂക്കിൽ ശ്വാസമുള്ള റാണിയെ ആശ്രയിക്കരുത്. മൂക്കിൽ ശ്വാസമുള്ള റോബിച്ചായനെ ആശ്രയിക്കരുത്. അവള് പറയും, പിന്നെ എവിടെ ആരെ ആശ്രയിക്കുന്നു? അങ്ങോട്ട് നോക്കിക്കണം കേട്ടോ. ആരെ നോക്കിക്കണം? നോക്കണ്ടവനെ നോക്കാൻ പഠിപ്പിക്കണം. ചിലര് നോക്കുന്ന ആരെയാ? ഇന്നയാള് എന്നെ രക്ഷിക്കത്തൊന്നുമില്ല. രക്ഷിക്കൂ? ആ ആളെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് മാറ്റും. അപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. അതെന്താ മാറ്റിയത്?
മാറ്റിയത് എൻ്റെ ആശ്രയം ആ വ്യക്തിയിലാണ്. നീ ആരെ ആശ്രയിക്കുന്നോ ലോകത്തിൽ ആ ആളിനെ ദൈവം മാറ്റിക്കളയും. അതുകൊണ്ട് ഇന്നൊരു പാഠം പഠിച്ചോണം. നിന്റെ ആശ്രയം നിന്റെ അപ്പനെയല്ല, നിന്റെ അമ്മയല്ല, നിന്റെ ബന്ധുക്കളെയല്ല, നിന്റെ അയൽവക്കക്കാരെയല്ല, നിന്റെ മക്കളെയല്ല. നിന്റെ ആശ്രയം നിന്റെ ദൈവത്തിലായിരിക്കട്ടെ. നിന്റെ യേശുവിലായിരിക്കട്ടെ ആശ്രയം. അതെവിടെ പറയുന്നത്? കാര്യം എന്താ? എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾ ഇപ്പൊ 35 ലക്ഷം ഇപ്പൊ ഈ ദൈവത്തെയൊക്കെ ആരാധിച്ചിട്ടില്ല. കണ്ട വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ടും ദൈവത്തിന്റെ ദയ ഇസ്രായേൽ മക്കളിൽ നിന്ന് മാറിപ്പോയില്ല. ഗുണപ്പെട്ടില്ല കേട്ടോ. ഓർത്തോളം ചുറ്റുപാട് കിടക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നീ ദൈവത്തെ തള്ളിപ്പോയി കഴിഞ്ഞാൽ നിന്റെ അയൽവക്കത്തുള്ള മുസ്ലിം അനുഗ്രഹിക്കപ്പെടും, ഹിന്ദു അനുഗ്രഹിക്കപ്പെടും, കത്തോലിക്കൻ അനുഗ്രഹിക്കപ്പെടും. നീ തകർന്ന ദരിദ്രമാണ്. നീ എന്നോട് ചിന്തിക്കുകയാണ്. ഒത്തിരി ബന്ധക്കോസുകാരെ കണ്ടിട്ടുണ്ട്, സാധകരെ കരുതലൊന്നുമില്ല. നമ്മൾ സുവിശേഷവുമായിട്ട് അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അർത്ഥ പട്ടിണിയും ദാരിദ്ര്യവും മാത്രമേ ഉള്ളൂ. അവരോട് എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ പറയുന്നത്? ഞാൻ സുവിശേഷം പറയുന്നുണ്ട്. അത് അവിടെ ചെന്ന ഒരു അമ്മച്ചി പറയുക, ആരുമില്ല, ആരെയും കരുതലൊന്നുമില്ല, ആരും നോക്കാനില്ല. എന്തുകൊണ്ടാ? ശരിയായ ദൈവവചനം പറഞ്ഞു കൊടുത്തില്ല. ആരെ കൂടെ പറഞ്ഞത്? കർത്താവിലോട്ട് വരുമ്പോൾ കാലയിലെ കൈത്തേലെ മാറ്റണം. വേറൊന്നും പറഞ്ഞു കൊടുത്തില്ല. കർത്താവിലുള്ള വിശ്വാസമൊന്നും പറഞ്ഞു കൊടുത്തില്ല, വചനമൊന്നും പറഞ്ഞു കൊടുത്തില്ല. അമ്മച്ചി ദരിദ്രയായി വീട്ടിലെ മരിമോളെയും ചീത്ത വിളിച്ച്, പാസ്റ്ററെയും ചീത്ത വിളിച്ച്, സഭയെയും ചീത്ത വിളിച്ച് ജീവിക്കുക. അങ്ങനത്തേതൊക്കെ നമുക്ക് കാണാൻ പറ്റും പലയിടത്ത് ചെല്ലുമ്പോഴും. എന്തുകൊണ്ടെന്ന് അറിയാമോ? കൊടുക്കേണ്ടവനെ കൊടുത്തില്ല. ഇവിടെ പറഞ്ഞു തരുന്നത് കൊടുത്ത ആരെ വേണം കൊടുക്കാൻ? പാസ്റ്റർ മാറിപ്പോകും കേട്ടോ. ജോസഫ് മരിക്കും, പാസ്റ്റർ മരിക്കും, തലമുറകൾ മരിക്കും. പക്ഷെങ്കിൽ മരിക്കാത്ത ഒരുത്തൻ മാത്രം. മനുഷ്യൻ മരിച്ചാലും വാഗ്ദത്തം മരിച്ചു പോകത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നല്ലപോലെ മനസ്സിലായിട്ടുള്ള ഞാൻ പറഞ്ഞ എന്താണ്? മനുഷ്യൻ മരിച്ചു പോകും. നിന്റെ ഭർത്താവ് മരിക്കും, നിന്റെ ഭാര്യ മരിക്കും, നിന്റെ മക്കൾ മരിച്ചിരിക്കും. പക്ഷെ നിന്റെ മേലുള്ള ദൈവ നിയമം 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 മാറില്ല. നിയമത്തിന്റെ ദൈവമായ യഹോവ ആരോട് നിയമം ചെയ്തു? പറ. എബ്രാഹത്തോട് നിയമം ചെയ്തു ഇല്ലേ? ആ എബ്രാഹത്തിന്റെ വിശ്വാസം എല്ലാവരും പറഞ്ഞ 3:14, എല്ലാവരും പറഞ്ഞ ഗലാത്യർ 3:14 കാണാൻ പറഞ്ഞേ. എബ്രാഹത്തിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ. നിങ്ങളൊരു കാര്യം ഓർക്കണം. അപ്പൊ എബ്രാഹിം നിയമത്തിന്റെ മകനാണ്. അതുകൊണ്ട് ഇന്നും ഇസ്രായേലിനെ ദൈവം പരിപാലിക്കുന്നു. എബ്രാഹത്തിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ഇന്ന് നമുക്കും വന്നു. നമ്മളും പുതിയ നിയമത്തിന്റെ മക്കളാണ്. നമ്മളിന്ന് ഏതിന്റെ നിയമത്തിന്റെ മക്കളാണ്? പക്ഷെ അനുസരിക്കുന്നത് മാത്രമല്ല, ആരാധിക്കത്തില്ല, ആളിനെ പിടികിട്ടിയിട്ടില്ല, ഇങ്ങനെ നിൽക്കുക. പക്ഷെ വിളിച്ചു ദൈവം. അതുകൊണ്ട് പൗലോസ് ഒരു വാക്ക് പറഞ്ഞു. എന്താണെന്നറിയോ? വളരെ മനോഹരമാണ്. ഞാൻ ഈ ഷാബുവിനോട് ഒരിക്കൽ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അന്ന് ഈ വാക്യം പറഞ്ഞു. പുള്ളി മറന്നുപോയി പറഞ്ഞു. ഗലാത്യർ 4:19-20. ഷാബു അത് മറന്നുപോയി. ക്രിസ്തു നിങ്ങളിൽ ഒഴിവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്ന എല്ലാവരും എടുത്ത് വായിച്ച് പ്രിയ എടുത്ത് വായിച്ച പോലെ നമുക്ക് ഏതാണെന്നറിയാമോ? ഗലാത്യർ 4:19-20. ക്രിസ്തു നിങ്ങളിൽ ഒഴിവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? 19-20 മാത്രം.
നമ്മളൊന്ന് വായിച്ചത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. രക്ഷിക്കപ്പെട്ടവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇവിടെ കൊരിന്തോസിലെ വിശ്വാസികളെല്ലാം രക്ഷിക്കപ്പെട്ടവരാ. പക്ഷെ അവരിൽ ആരും ഉരുവായില്ല. അതെന്താ വ്യത്യാസം? നാട്ടിന് ഈ വചനത്തിന്റെ അർത്ഥം എന്തോ? ഗലാത്യയിലെ വിശ്വാസികളെല്ലാം കുറെ വ്യഭിചാരികളുണ്ടല്ലോ. അപ്പന്റെ ഭാര്യ വെക്കുന്നവന്മാരുടെ വെറും അപ്പന്റെ ഭാര്യ വെക്കുന്നവന്മാർ വരെ കൊരിന്തോസ് സഭയ്ക്കകത്തുണ്ട്. ഇവിടെ ഗലാത്യയോട് പറയുകയാണ്. അപ്പോൾ സഭയ്ക്ക് അകത്ത് തോന്നിവാസം ചെയ്യുന്നവരും തട്ടിപ്പുകാരനും വെട്ടിപ്പുകാരനും എല്ലാം കൂടുതലാണ് സഭ. ഒരെണ്ണത്തിന് അനുഗ്രഹം കിട്ടുന്നില്ല, ദൈവം വിളിച്ചത്. അപ്പൊ അവരിൽ എന്തുകൊണ്ടാണ് അവർ അനുഗ്രഹിക്കപ്പെടാത്തത്? ഷാബുവേ, എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടാത്തത്? അല്ലേ ഇതിപ്പോ വായിച്ചില്ലാത്ത സഭ. ക്രിസ്തു ഉരുവായി. അടുത്തിരിക്കുന്ന ആളുകൾ എന്തായില്ല? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോ? പറഞ്ഞേ. സമയമുണ്ടല്ലോ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോ ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാന് അറിയാ നിങ്ങളെ പറഞ്ഞാൽ തന്നെ പറയാം. എന്റെ കൊച്ചുമോനെ പറഞ്ഞാൽ പിന്നെ വേറെ വിഷമമൊന്നുമില്ല. ഇവനെ എത്ര പറഞ്ഞിട്ടും ഇവൻ എന്ത് ചെയ്തില്ല? രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്തില്ല? പ്രാർത്ഥിക്കത്തില്ല. ഇപ്പൊ നല്ല ഓർക്കക്കാരൻ. അതിന് എനിക്ക് സന്തോഷമാണ്. ഞാനാണ് രാവിലെ എഴുന്നേറ്റ്. എനിക്കൊരു ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞ്, അടുത്ത തലമുറയിലെ ഈ കുഞ്ഞ് ഞാൻ കണ്ടിറങ്ങി പോയാൽ ഈ സഭയിൽ വരണം, ഇവിടെ നിന്ന് പ്രസംഗിക്കണം, ഒക്കെ ആഗ്രഹമില്ലേ? മാത്രമല്ല ഇവനെ എന്നെ പോലെ വെളുപ്പിനെ 5:30-6 മണിക്കെങ്കിലും ഒക്കെ ഒന്ന് 5:30-ക്കെങ്കിലും എഴുന്നേറ്റ് ദൈവോപാധി മുട്ടുമടക്കണം ഇല്ലേ? പക്ഷെ ഇവന് ഒരിക്കലും എത്തിയില്ല, ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് എന്തുണ്ടാകും? പ്രസവ വേദന. എന്തോ ലേബർ പെയിൻ എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണ്. പൗലോസ് പറയുക, ഇവൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ഞാൻ എന്തെടുക്കുന്നു? പ്രസവ വേദന എടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ശാപം പ്രീതിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളെയും കാണാതിരിക്കുമ്പോൾ എനിക്ക് അവനെ പറ്റി ഒരു നല്ല ആ മാവേലിക്കര നീ പോയില്ലായിരുന്നു, പോയിട്ട് വന്നോ? അവൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നു പ്രാർത്ഥിച്ചിട്ട് മാത്രമല്ല, അവൻ 1000 രൂപയും തന്നിട്ട് ആർക്കും എനിക്ക് സന്തോഷം ഉണ്ടാകുമോ? അത് ഇവനോട് ദേഷ്യമായിരിക്കും. ഞാൻ നമ്മുടെ മുരുകേശന്റെ മോനും പോയി. ഞാൻ പുള്ളിയോട് ചോദിക്കേണ്ടിയിരുന്നു, അവൻ എത്തിയത് ആരാ? വിനോദ് എത്തിയത്. കുറെ അന്നും പോയത്, രണ്ടും പോയി കേട്ടോ. ഇവനെ ഇതാര് പഠിപ്പിച്ചത് ഞാൻ. പക്ഷെ ഇവനേക്കാൾ ഞാൻ സ്നേഹിച്ചത് വിനോദിനെ. ആരെയെ സ്നേഹിച്ചു? അവൻ പോയി, അവൻ്റെ ഭാര്യയും പോയി, അവൻ്റെ മക്കളും പോയി. മൊത്തം പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവദാസന് ഒരു സന്തോഷമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ സന്തോഷം? അവനെ ഇതാര് പഠിപ്പിച്ചത് എനിക്കറിയില്ല. മുരുകേശനെ ഇപ്പൊ കാണുന്നില്ല, എവിടെ പോകുന്നത്? പുള്ളി ഇടയ്ക്ക് നിൽക്കുന്ന അവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിച്ചു മുരുകേശനോട് കഴിഞ്ഞ ഞായറാഴ്ച, മുരുകേശ എന്ത് ചെയ്യും? വിനോദും അവരെ ആരാധനയ്ക്ക് കണ്ടില്ലല്ലോ. പക്ഷേ അവർ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരും പോകാം. പക്ഷെ ഇവൻ 1000 രൂപ തന്നേക്കാം. അവൻ 1000 രൂപയും തന്നു. അവൻ പ്രാർത്ഥനിച്ചിട്ട് പോയി. ഇത്രയും ദൂരം പോകുന്നത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. അതിന് കർത്താവ് ഞാൻ സന്തോഷിക്കുമോ? ഞാൻ സ്നേഹിച്ച ആരെയാ കൂടുതൽ? ശശിയെയാണോ വിനോദിനെയാണോ? ഒരു കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. പ്രിയ ദൈവമക്കളെ,
എന്തിനാ അച്ഛൻ ഇതൊക്കെ പറയുന്നത്? അവനോടുള്ള ദേഷ്യം കൊണ്ടാണ്. നമ്മൾ വളരണം. നമ്മൾ എന്തിനു വളരണം? വളരണ്ടേ? ഇത് ക്രിസ്തുവിൽ വളരുമ്പോഴാണ്. ഇപ്പൊ ഇവിടെ ഒരാൾ വരുന്നില്ല അല്ലേ? അതാ ജോണി വരുന്നുണ്ട്, ജോണിയുടെ മോൻ വരുന്നുണ്ട്. ഭാര്യ അവരുടെ വീട്ടിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് നടത്തിയത്? സുവിശേഷം നടത്തിയ ആ പുള്ളിക്കാരത്തി ഇപ്പൊ വേറെ എവിടെയുണ്ട്. എന്നോട് ചോദിച്ചപ്പോൾ അച്ഛൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നെ അവൻ ആർക്കറിയില്ല. പിന്നെ എന്താണെന്നുള്ളത് അവനും പറഞ്ഞില്ല, ജോണിയും പറഞ്ഞില്ല. വേദനയാണോ? 25-30 വർഷം പോറ്റിയതാ ആര്? അമ്പികയെ. എന്നോട് വന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പറയാം, ചായ എനിക്കൊരു വിഷമമുണ്ട്. ഇല്ലേ, എൻ്റെ കുടുംബത്തിൽ ഈ ജോണി എന്നെ എടുത്തിട്ടില്ല. ഇല്ല, മോൻ അതിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല എന്ന് എന്നോട് പറയുന്നില്ലേ? പറയാതെ അറിയൂ എവിടെയാണ് അറിയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ കാലം പിടിക്കാനും ആൾക്കാർ വേണ്ടി കൊണ്ടുപോകാൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ എന്താണെന്നുള്ളതൊന്നും എനിക്ക് ഇതുവരെ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറയാം. ആ പുള്ളിക്കാരത്തിയെ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ? ജോണിയെ, അമ്പിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? നമുക്ക് അറിയത്തില്ലല്ലോ എന്താ വിഷയമെന്ന്. ഞാൻ പറഞ്ഞത് ഒരു ദൈവസഭ പോലെ ആവില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അത് ദൈവത്തിന് പ്രസാദമാണോ? ആണോ അല്ലേ? അവരുടെ കാര്യം ഇങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അവരുടെ കാര്യം ഇങ്ങനെ കണ്ടതുകൊണ്ട് പറയുന്ന, വന്നതുകൊണ്ടോ വല്ലപ്പോഴും ഒന്ന് കയറിയത് കൊണ്ടോ അല്ല ദൈവമക്കളെ. വാസ്തവമായിട്ടും നമ്മൾ ആരാണെന്നുള്ളത് തമ്പുരാൻ അറിയാം. നമ്മുടെ കുടുംബവും കുഞ്ഞുങ്ങളും തലമുറകളും ഒരനുഗ്രഹമാകണോ വേണ്ടേ? വേണോ വേണ്ടേ? ആദ്യം തന്നെ എല്ലാത്തിനും നമ്മൾ സത്യമായിരിക്കണം. കുഞ്ഞമ്മ ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ടിരുന്നു ഇല്ലേ? ഇപ്പൊ കുഞ്ഞമ്മ ഇപ്പൊ 3ാമത്തെ തലത്തിലായിരിക്കുന്നു. അതെ കുഞ്ഞമ്മ തന്നെ ഈ കുഞ്ഞമ്മയുടെ അടുത്തായിരുന്നോണ്ടിരുന്നു. ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്. ഈ കുഞ്ഞമ്മയുടെ അടുത്തൊന്ന് വന്നിരുന്നു. ഈ കുഞ്ഞമ്മയുടെ അടുത്ത് വന്നേ. ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ കത്തർമേശ എടുക്കുന്നുണ്ട്, ഭയങ്കര ഇല്ല. ഈ കുഞ്ഞമ്മയുടെ അടുത്തിരിക്കുക. നിങ്ങൾ എൻ്റെ അടുത്തല്ലേ ചക്കരയും തേങ്ങായും ഉണ്ട്. ഇപ്പൊ വന്ന് ഇനിയും പതുക്കെ പുറത്തോട്ടൊക്കെ പോകുന്നു. കുഞ്ഞമ്മോട് വല്ലോ കുഞ്ഞമ്മോട് ഇന്ന് കൈ കൊടുത്തു. മോത്തോട്ട് നോക്കി ഇങ്ങനെ കൈ കൊടുത്തേക്കാൻ കുഞ്ഞമ്മ കൈ കൊടുത്തു. ഇങ്ങനെ പ്രിയ ദൈവമക്കളെ, നമ്മളെ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കിടന്ന് ഭൂമിയായിരുന്നു. പ്രസവ വേദനയാണ് കേട്ടോ, പ്രസവ വേദനയാണ്. എല്ലാവരും നിങ്ങൾ എല്ലാവരെയും പറ്റി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് കരയും, എല്ലാവരും കരയും. നിങ്ങളെ മുഴുവൻ ചരിത്രം എനിക്കറിയാം, മുഴുവൻ്റെ അറിയാം, ഓരോരുത്തരുടെ അറിയാം. ഓർത്തോണം, ദൈവം ഒരു വിശുദ്ധ സഭ ആഗ്രഹിക്കുക. തൂങ്ങി നടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പട്ടണത്തിൽ മാനിക്കാനാണ് വിളിച്ചിരിക്കുന്നത്, ദേശത്ത് മാനിക്കാനാണ് ദൈവം വിളിച്ചത്. ആണോ അല്ലേ? അതോ ഇങ്ങനെ പിച്ചതണ്ടികളെ പോലെ ജീവിക്കണം, പോരും വഴക്കും ഏഷണിയുമായിട്ട് ജീവിക്കണം? നമ്മളെ അതിനല്ല ദൈവം വിളിച്ചത്. 10-20 വർഷമായി 25 കൊല്ലമായി ആത്മാവിൽ വളരണം. വേണോ വേണ്ടേ? പക്ഷെ ദൈവം നമ്മളെ വെറുക്കൂ. എന്തുകൊണ്ടാണ് വെറുക്കാത്ത? ആരാ ദൈവം ആരാ വിളിച്ചത്? കുഞ്ഞമ്മനെ കേട്ടോ പറഞ്ഞു. അച്ചായനല്ല വിളിച്ചത്, അച്ചായനല്ല വിളിച്ചത്. ആരാ വിളിച്ചത്? ദൈവം പറയും, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ പോയി. ഏതെല്ലാം ബലമാണ്? ആദ്യമേ ഒരു സ്നേഹം വേണം. സഭയിൽ എല്ലാവരും തമ്മിൽ എന്തായിരുന്നു വേണ്ടേ? നിങ്ങൾ ബലമെന്ന് പറയാൻ എന്നതാ പറയുന്നത്? ആത്മാവിന്റെ ബലം എല്ലാവരും ഒന്ന് പറഞ്ഞു. സ്നേഹം, സന്തോഷം, സമാധാനം, ഇതുവരെ ഉണ്ടോ? വേണ്ട ഇതൊക്കെ. സഭയിൽ വന്നിട്ട് എന്തൊക്കെ വേണം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. കാണാതെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? പക്ഷെ അത് വേണ്ടത് എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമോ? 10-20 കൊല്ലമായിട്ട് എല്ലാവരും എന്തോ കാണാപ്പാടോ? ഭാര്യയെ കൂടെ വേണ്ടേ? ഉണ്ടോ? കിട്ടോ? ഇത്ര കൊല്ലമായി പ്രാർത്ഥനയെ
അടുത്ത് വേണ്ടേ? ആര് വേണം? ഭാര്യ വേണ്ടേ? രാവിലെ വരുന്ന ആളാ, വരുന്നില്ല. പ്രിയ ദൈവത്തിന്റെ ജനമേ, നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല. വളരെ ക്രിസ്തുവിൽ എൻ്റെ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല. അടിച്ചും തന്നെയും വളർത്തിക്കൊണ്ട് വിളിക്കൊണ്ട് നല്ല അടിയും കൊടുത്ത് പൊട്ടിയും കൊടുത്ത് വളർത്തിയില്ല. നേരോടെ നമ്മുടെ മക്കളെ വളർത്തുക. ഇവിടെ പറയുകയാണ്, ദൈവം നമ്മളെ എന്ത് ചെയ്തില്ല, തള്ളിക്കളയുന്ന കാര്യം എന്ത് ചെയ്ത ദൈവം നമ്മളെ എന്ത് ചെയ്തു? പൊന്നമ്മേ, ദൈവം നമ്മളെ എന്ത് ചെയ്തു? ഞാൻ ആ കുഞ്ഞുകുട്ടിയെ വഴി വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, വരുന്നില്ല. ആരോട് പണങ്ങിയിരിക്കാൻ? കുഞ്ഞുകുട്ടിയെ വിളിച്ചതാരാ? ദൈവം. അച്ചായനല്ല, അച്ചായനല്ല. അതായി തെറ്റിപ്പോകുന്നു. കുഞ്ഞുകുട്ടിയെ വിളിച്ചത്, ശോഭയെ വിളിച്ചത് അച്ചായനല്ല, ദൈവമാണ് വിളിച്ചത്. എന്തിനാ ദൈവം വിളിച്ചത്? നിങ്ങൾ ഫലം കഴിക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ദൈവം നിങ്ങളെ വിളിച്ചു. എന്തിനാണെന്നറിയോ? നിങ്ങൾ എന്റെ നാമത്തിൽ എന്റെ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവൻ നിങ്ങൾക്ക് തരുവാൻ കഴിയും. അല്ലേ? യേശു വിളിച്ചത് എന്തിനാ? നിങ്ങൾ നാവെടുത്ത് എന്ത് ചോദിച്ചാലും ദൈവം നിങ്ങൾക്ക് തരും. പക്ഷേ ഇസ്രായേൽ മക്കൾ ദൈവത്തെ എന്ത് ചെയ്തു? മറന്നുപോയി. എന്നിട്ടും ദൈവം ഇന്നയോളം അവരെ സ്നേഹിച്ചു. എന്നിട്ടും ദൈവം അവരെ, അപ്പൊ അച്ചായന്റെ സ്നേഹമാണോ വലുത്, അതോ ദൈവത്തിന്റെ സ്നേഹമാണോ? പറഞ്ഞേ, ആരുടെ സ്നേഹമാണ് വലുത്? ആണോ? ഇസ്രായേൽ മക്കൾ ക്രിസ്തുവിനെ കൊന്നിട്ടും ഇന്നും എബ്രായത്തോടുള്ള നിയമം അവൻ പാലിക്കുന്നെങ്കിൽ നമ്മളോട് പറയുക, എന്റെ മക്കളെ യേശുവിനോട് പറയുക, ഞാൻ അത്ര നിങ്ങളെ വിളിച്ചത്. എന്തിനാ നിങ്ങളെ വിളിച്ചത്? നിങ്ങൾ നല്ല ഫലം കഴിക്കണം. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ചെയ്തികൾ ഒന്നിനോടൊന്ന് വലുതായിരിക്കണം. ശരിയല്ലേ? മക്കളൊക്കെ ഇങ്ങനെ ആയിരിക്കണം. ഗോവയ്ക്ക് പോയിട്ട് വന്നോ? 3 എഴുന്നേറ്റ് ഗോവയ്ക്ക് പോയവന്മാര്, ചേട്ടാനിയന്മാര് കള്ളപ്പോ കുടിച്ചോ? ഇല്ലേ? സത്യം പറയണം. കള്ളു കുടിച്ചോടാ. ഗോവയ്ക്ക് പോകുന്നവന്മാരൊക്കെ എന്ത് കുടിക്കുന്നത്? കള്ളു കുടിക്കും. അതായത് അവൻ കുടിച്ചില്ലെന്നാ പറയുന്നത്. എത്ര ദിവസം ഉണ്ടായിരുന്നു? അവിടെയൊക്കെ പോയി കണ്ടോ? ചൂടെ തന്നെ കാണാനില്ല. നമ്മുടെ മണക്കച്ചേർന്ന് തന്നെയാണ് അതാണ് നല്ലത്. എൻ്റെ ജീവിതകാലത്ത് നല്ല കാലം മുഴുവൻ ഗോവയിൽ ചെലവഴിച്ചത്. കുറേ പെണ്ണുങ്ങൾ വസ്ത്രമില്ലാതെ നടക്കുന്നു. ഇത് കാണാൻ കാണുന്നുണ്ട്. കുറേ പെണ്ണുങ്ങൾ ബീച്ചിൽ എങ്ങനെ നടക്കുന്നത്? വസ്ത്രമില്ലാതെ നടക്കുന്നത്. അത് കാണാനാണ്. എന്തിനാണ് പോകുന്നത്? നീ എന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുക, അച്ഛായ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കുക, അച്ഛായ ഞാൻ ഗോവയിൽ ടിക്കറ്റ് പോകുന്നു. കാരണം അതിൻ്റെ അപ്പുറത്തെ കണ്ടിരിക്കുന്നത് എന്നാ വേണ്ടോ? ഈ ചൂടത്ത് പോയി എല്ലാം വേണ്ടോ? അതിന് നല്ല മനക്കത്തെ നല്ല തലയാട്ടുന്നുണ്ടോ? അത് തന്നെയാണ്. എൻ്റെ അമ്മയുടെ കയ്യിലെ ആ കഞ്ഞിയും പയറുക ആ പോയതിനേക്കാളും നല്ലത്. ഞാൻ അവരോട് ചോദിച്ചു, നീ പോകുന്നില്ല? ഒരു അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, ദീപേഷ്. അപ്പോൾ എന്നെ വിളിച്ചു. ഇവന്മാരെല്ലാം കൂടെ കുടുംബമായിട്ടൊക്കെ പോയിരുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ലാതെ എത്തിയല്ലോ. നീ ഇടയ്ക്കൊക്കെ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അച്ഛായ ഞാൻ ഇവിടം വരെ എത്തി, ഗോവയിലൊക്കെ വിളിച്ചു. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനിയിപ്പോ ലെക്കടിച്ചെങ്ങനെ കടന്നുകൊണ്ടാണോ വിചാരിച്ചത്? അതാ കടു പിടിച്ചോന്ന് ചോദിച്ചത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അച്ഛായ ഞാനിവിടെ സമാധാനത്തോടെ എത്തി, അനുഗ്രഹത്തോടെ ആയിരിക്കുന്നു എന്നൊക്കെ പറയണ്ടേ? ഏതായാലും നിങ്ങളെ കണ്ടത് സന്തോഷം. കൂടെ ഒരു അനിയനുണ്ടല്ലോ, അംജിത്ത് വന്നു. അഭി അവനുണ്ടായിരുന്നു കൂടെ, അവനും ഉണ്ടായിരുന്നു. 3 കൂടെ പോയത്. ഗോവ കാണാൻ പോയില്ല. അവിടെ ഇരുന്നു. എല്ലാവരെയും അറിയാം കേട്ടോ. നല്ല ബലത്തിൽ വളരുക. സമയമായി കഴിഞ്ഞു. ഇന്ന് പറഞ്ഞ എന്നാന്നറിയോ? ഇന്നെന്താ അച്ഛനെ പഠിപ്പിച്ചത്? ദൈവം മറക്കത്തില്ല, ഇല്ലേ? പറയാതെ പോയാലും മറക്കാം, ഇല്ലേ? വിനോദ് പറയാതെ പോയാലും, അച്ഛനോട് പറയാതെ പോയാൽ എന്നാലും ദൈവം അവനെ എന്ത് ചെയ്തില്ല? മറക്കത്തില്ല. വിനോദമുണ്ടോ? സ്തോത്രം. നമുക്ക് പിള്ളേർക്കൊന്നും പ്രാർത്ഥിച്ചിട്ട് പോകും. അതായത് നല്ലതല്ലേ മുരുകേശ? നമ്മളത് പഠിത്തം കൊടുക്കണം. ഞാൻ ഓർക്കുകയായിരുന്നു, മുരുകേശന് ഈ മുരുകേശയുടെ ചെലുത്തി കഴിഞ്ഞ ആഴ്ചയിൽ ഫോൺ കൊടുത്തു.
രണ്ടെണ്ണവും വന്നു. പക്ഷേ ഞാൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ പോകും, വ്യാഴാഴ്ച തിരിച്ചു വരും, ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ എവിടെ പോവാ? മകനേക്ക് പോകുന്നു, പ്രാർത്ഥിച്ചു വരുന്നുണ്ടായിരുന്നു. അവന്റെ അപ്പനും വന്നു, അവർ വന്നു, ഒരിടയ്ക്ക് പോയി. അപ്പൊ ഞാൻ ചെന്നില്ല, ഒരു പുതിയ വീടൊക്കെ കൊടുക്കുന്നത്. അതുപോലെ ചോദിച്ചു ഇവരെല്ലാം അറിയാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. വോട്ട് ചെയ്യാൻ പോയി, അവിടെ വോട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത് ഒരു ബന്ധമാണ്. അല്ലേ, ഒരു പ്രാർത്ഥനയൊക്കെ കിട്ടത്തില്ല, നല്ലതല്ലേ? ഇപ്പൊ പൗലോസ് ഇവിടെ കടന്നു എന്ത് ചെയ്യുക? പൗലോസ് എന്ത് ചെയ്യുക? പ്രസവ വേദന. എന്തിനാ? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോളം. അത് പറയാനാ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ഉരുവാകുമ്പോൾ നിന്റെ വാക്കുകൾ മാറും, നിന്റെ സ്നേഹം മാറും, നിന്റെ ഇടപെടലുകൾ മാറും, നിന്റെ പ്രാർത്ഥനാ ജീവിതം മാറും. ക്രിസ്തുവിൽ നിങ്ങളിൽ ഉരുവാകുമ്പോൾ ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു. എന്റെ ശബ്ദം ഒന്ന് മാറ്റിയാൽ കൊള്ളായിരുന്നെന്ന് പറയുക. അവിടെ അച്ചായന്റെ ശബ്ദം മാറണോ വേണ്ടാൽ അത് മരിക്കുന്നവരെ ഇങ്ങനെ ഈ ശബ്ദത്തോടു കൂടി വേണം മരിക്കാൻ. അയ്യോ, എന്റെ മക്കൾ സകല സത്യത്തിൽ നടക്കുന്നത് കണ്ട്, അങ്ങനല്ലേ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നത് കണ്ട് അതാണ് എന്റെ സന്തോഷം. പറയുന്നത് അങ്ങനല്ലേ? ആ സഭയിലെ സ്നേഹം, ഐക്യം, കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം, അവർ പരസ്പരമുള്ള സ്നേഹം, ഇതെല്ലാം കണ്ട് അല്ലേ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അച്ചായനോട് ഇരിക്കുമ്പോൾ ഓടി വന്ന് പറഞ്ഞ് അപ്പനോട് പറയുന്നത് വന്ന് പറഞ്ഞു. ഇത് ഭയങ്കരമല്ലേ? ആ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അറിയാം, ഭർത്താവിന് മണിയപ്പനെ കാണത്തില്ല, ചേർത്തിയില്ല, ഇല്ലേ, ചേർത്തിയുടെ ഭർത്താവില്ല, അവരുടെ മക്കളില്ല, പിന്നെ സ്വന്തം മക്കൾ ആ മക്കളെ വല്ലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. പറയട്ടെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോഴും ഞാൻ പ്രസവ വേദന. എനിക്ക് പറ്റുന്നവരെ വിളിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഈ പറ്റിനെ കഴിഞ്ഞ ആഴ്ച കണ്ട് എന്താണെന്ന് അറിയിച്ചു, ആരാധനയില്ലായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു, അതുപോലെ അറിയാവുന്നില്ല. നീ വിചാരിച്ചു കാണുമോ അച്ചായൻ നീ പ്രാർത്ഥനയ്ക്ക് വരാത്ത അറിയാതിരിക്കുക? നിന്നെ ഞാൻ ആ സ്നാനപ്പെടുത്തിയെങ്കിൽ നീ വന്നില്ലെങ്കിൽ ഞാൻ അറിയും. നിനക്കൊരു ഇയാൾ വന്നില്ല, രണ്ടെണ്ണം വന്നില്ല, ആരാധന മുടക്കി എന്നാ വിളിച്ചെന്ന് പറയുമ്പോൾ. പക്ഷേ ഇന്ന് നമ്മുടെ ആരാധന ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല. എനിക്കൊരു ആവശ്യമുണ്ട്, സ്നേഹമാണ്. സ്നേഹമില്ലേ? മനസ്സിലായില്ലോ? അതിനാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞത്, ഓർക്കുമ്പോൾ പ്രസവം ആരും ഉരുവായില്ല, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ഉരുവാകുമ്പോൾ നിങ്ങൾ വിളിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കും, ആരാധനയ്ക്ക് വരും, ദൈവത്തെ മഹത്വപ്പെടുത്തും. നമ്മുടെ സഭ വളരും, നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും. ഈ പട്ടണത്തിൽ വലിയ സഭയായിട്ട് മാറും. പറഞ്ഞുകൊണ്ട് നിന്നാൽ 5 മണി വരെ ഓരോരുത്തരെ വിളിച്ചു പറയും. സ്നേഹിക്കുന്നവരും അറിയുന്നവരും ആയതുകൊണ്ട് വിളിച്ചു പറഞ്ഞു. നമ്മൾ വളരണോ വേണ്ടേ? വളരണം, സ്നേഹത്തിൽ വളരണം വേണ്ടേ? നമ്മളെ ദൈവം തള്ളിക്കളയൂ. ഇത്രയേറെ കുറവുകളൊക്കെ ഉണ്ടായി, ദൈവം തള്ളിയും. അപ്പൊ ആ ദൈവം നല്ലവനാണോ അച്ചായനാണോ നല്ലത്? അച്ചായൻ ചിലപ്പം ഇല്ലേ, പക്ഷെ ദൈവം ഇടയ്ക്ക് അടിഞ്ഞു ഇല്ലേ? അടിക്കുമ്പം നമ്മൾ നോക്കി അടി എന്തിനാണ്? ചുമ്മാ അടിക്കൂ. അടി വരുന്നത് അത് നമ്മൾ നേരെയാകണം. ആ അടിക്ക് വടി എടുക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ആയിക്കോണം. എന്റെ കർത്താവിന്റെ അടി മേടിക്കരുത്, ഞാൻ നേരെയാകണം വേണ്ടേ? അച്ഛനോട് ആ സാറ് പറഞ്ഞാണല്ലേ, അച്ഛനെ അടിച്ച ദൈവം കൊല്ലാതിരിക്കുന്നതിന് കാര്യം എന്തോ? വടി എടുക്കുന്നതിന് മുമ്പേ നേരെ നടക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരെ കർത്താവിന്റെ മുമ്പിൽ മക്കളോട് പോകുന്നിടത്ത് ഒക്കെ പ്രാർത്ഥന, ആരാധന എല്ലാം നമുക്കുണ്ടാകണം. വെളുപ്പിനെ എഴുന്നേൽക്കണം, ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തണം, ദൈവവചനം വായിക്കണം. കഴിയുന്ന എല്ലാവരും രാവിലെ ദൈവവചനം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ആത്മാവിൽ ബലപ്പെടും. ദൈവം നമ്മളെയും ഒരു ദോഷവും വരാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മുടെ പട്ടണത്തിൽ നമ്മളെ പാട്ട് പാടിയാൽ പോലല്ലോ, നമ്മൾ പാടത്തില്ല. ദേശത്തിൽ ഞാൻ പറയും
രസത്തിൽ ഞാൻ ഓ ദേശത്തിൽ എന്റെ വീട്ടിലാഹാരം ആവശ്യങ്ങളൊന്നും എന്റെ വീട്ടിലാഹാരം ആവശ്യങ്ങളൊന്നും എന്റെ നിശ്ചയമായോ പ്രാപിച്ചിടും ഞാൻ പോയാൽ ചെയ്യും എന്നെ എതിർക്കുന്ന എന്നെ വിനമായി പോകും എന്നെ എതിർക്കുന്ന എന്റെ ആരോഗ്യം ശരീരവും അനുഗ്രഹിക്കപ്പെടും എന്റെ ആരോഗ്യം സന്തോഷമല്ലേ? ഇന്ന് എന്റെ അടുത്ത് വന്ന് ഇനി എത്ര പേര് പ്രാർത്ഥിക്കും? എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ജോണി ഇപ്പോഴും കൈ പൊക്കിയിട്ടില്ല. ജോണിയുടെ മകൻ പൊക്കിയിട്ടില്ല. അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് ഞാൻ ഇവരെ ഇവിടെ നിന്ന് ആരാധിക്കുന്നവൻ. തമാശ കളിക്കരുത്. അമ്പരാൻ ഭാര്യ അടുത്തില്ലെന്ന് നോക്കണം. ഭാര്യ ഭർത്താവിനെ അനുസരിക്കാതെ പോവുക. മനസ്സിലായി? ആ വീട് നല്ലവരാണോ? എവിടെ? ഏതുവരാണ്? ഞാൻ ചോദിച്ചവിടെ എന്റെ അടുത്ത് വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ആരാധനയില്ല, മുഴുവൻ എവിടെയാ വന്നത്? ഇവിടെയല്ല സാറേ, പുറകിലാണ് ഇപ്പൊ ഇവിടെ വരാൻ പറഞ്ഞു. എന്തുകൊണ്ട് പോയി? എവിടെ പോയി?